ശ്രീനാരദൻ അയോധ്യയിലെത്തി രാമനെ സന്ദർശിക്കുന്നു. നാരദനെ വേണ്ടവണ്ണം ഉപചരിച്ച് പൂജിച്ച് സ്തുതിക്കുന്നു. അത് അനുചിതമാണെന്നും പരമാത്മാവായ ഭഗവാൻ അങ്ങനെ ചെയ്യേണ്ടതില്ലെന്നും അങ്ങയുടെ രഹസ്യമെന്താണെന്ന് തനിക്കറിയാമെന്നും നാരദൻ പറഞ്ഞ് ഭക്തിപൂർവം രാമനെ പ്രണമിക്കുകയും രാമൻ്റെ അവതാരോദ്ദേശം എന്താണ് എന്നുള്ളത് വ്യക്തമായി വെളിവായി പറയുകയും ചെയ്തു. പക്ഷേ അദ്ദേഹം വെറുതെ ഈ രാമനെ ഒന്ന് കാണാൻ വേണ്ടി വന്നതല്ല, ഒരു ദൗത്യവുമായിട്ടാണ് നാരദൻ അവിടെ എത്തിയത്. എന്തായിരുന്നു നാരദൻ്റെ ആ ദൗത്യം? രാവണാദി രാക്ഷസന്മാരെ നിഗ്രഹിച്ച് സമൂഹത്തിൽ നഷ്ടപ്പെട്ടു പോയ ധർമ്മ കാമനകളെ പുനഃസ്ഥാപിച്ചെടുക്കുന്നതിനുള്ള ലക്ഷ്യമാണ് അവതാരം എന്ന് രാമനെ ഒന്ന് ഓർമ്മപ്പെടുത്തണം എന്ന് ബ്രഹ്മാവ് പറഞ്ഞേൽപ്പിച്ചതനുസരിച്ചാണ് നാരദൻ രാമനെ സന്ദർശിച്ചത്. അത് കഴിഞ്ഞ് ഈ നാരദ രാഘവ സംവാദാനന്തരം വളരെ സന്തുഷ്ടമായി കുറേ ദിവസങ്ങൾ കഴിഞ്ഞു. രാജോചിതമായ ധാരാളം കർമ്മങ്ങൾ, ഭരണ നൈപുണ്യം വേണ്ടിവരുന്ന പല ഇടങ്ങളിലും രാമൻ ഇടപെട്ട് ആത്മാരാമനും അഭിരാമനുമായി കൊട്ടാരത്തിൽ അങ്ങനെ കഴിയുന്ന സമയത്ത് കേകയ രാജ്യത്തിൽ നിന്ന് ദൂതന്മാരെത്തി ഭരതനെയും ശത്രുഘ്നെയും കൂടി കേകയ രാജ്യത്തേക്ക് ചെല്ലാൻ. യുദ്ധാജിത്തിൻ്റെ രാജ്യമാണ്. അശ്വപതി എന്ന സഹോദരനാണ് അപ്പോൾ ഭരിക്കുന്നത്. അപ്പോൾ അത് പിന്നെ ഒരു വിവാഹം കഴിഞ്ഞ് വന്നതാണല്ലോ. വളരെ ദൂരെയുള്ള രാജ്യമായതുകൊണ്ട് പെട്ടെന്ന് സൽക്കാരപൂർവകമായി പങ്കെടുക്കുന്നതിനും മറ്റു കാര്യങ്ങൾക്കൊന്നും കഴിഞ്ഞില്ല. ആദ്യത്തെ ഒരു സന്ദർശനമാകുമല്ലോ എന്നും കൂടെ കരുതിയാണ് ഈ ഭരതനെ അങ്ങോട്ട് ക്ഷണിച്ചത്. ദശരഥൻ വളരെ സന്തോഷത്തോടു കൂടി അത് സമ്മതിച്ച് പറഞ്ഞയക്കുകയും ചെയ്യുന്നു. അങ്ങനെ പോയി കഴിഞ്ഞപ്പോൾ ദശരഥൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ഒരു ലക്ഷ്യം ഉണ്ടായിരുന്നിരിക്കണം ഈ പറഞ്ഞയക്കലിൽ എന്നാണ് നമുക്ക് കഥാപരമായിട്ട് അല്ലെങ്കിൽ പോലും ഒന്ന് ഊഹിക്കാൻ കഴിയുന്നത്. ഇതെന്ന് വെച്ചാൽ പല പല സന്ദർഭങ്ങളുണ്ട്. വഴി അത് നമുക്ക് നോക്കാം. രാമനെ യൗവരാജ്യത്തിൻ്റെ രാജാവായി അഭിഷേകം ചെയ്യുക എന്നുള്ളതാണ്. യുവരാജാവായി അഭിഷേകം ചെയ്യുക എന്നുള്ള ഒരു തീരുമാനത്തിൽ ഈ ദശരഥൻ എത്തുകയാണ്. രാമനും ഭരതനും ലക്ഷ്മണനും ശത്രുഘ്നും ഒക്കെ ദശരഥൻ്റെ വയസ്സാം കാലത്തുണ്ടായ സന്താനങ്ങളാണ്. വാർദ്ധക്യം ഒരുപാടായി ദശരഥന്. ഇനി രാജ്യഭരണം അത്ര വയ്യ, അങ്ങനെ ഒരു തോന്നലുണ്ടായി അദ്ദേഹത്തിന്. അപ്പോൾ രാമനെ തന്നെ യുവരാജാവായി അഭിഷേകം കഴിക്കാം എന്ന് തീരുമാനിക്കുകയും പെട്ടെന്ന് തന്നെ വസിഷ്ഠാദി ആചാര്യന്മാരോടും സുമന്ത്രാദികളായ മന്ത്രിമാരോടും ഇതേക്കുറിച്ച് ആലോചിച്ചു. അവർക്കെല്ലാം ഇഷ്ടം. അങ്ങനെ പൗരമുഖ്യന്മാരെയും നാട്ടുപ്രമാണിമാരെയും സാമന്തന്മാരെയും വിളിച്ചുകൂട്ടി എല്ലാവരോടും തൻ്റെ ഈ ഇംഗിതം പറഞ്ഞു. ഇത്രയും കാലം എന്നെ സഹിച്ചു നിങ്ങൾ, എനിക്ക് സാധിക്കുന്നത് പോലെ ഭംഗിയായി തന്നെ ഞാൻ ഭരിച്ചു, പ്രജകൾ സംതൃപ്തരാണെന്ന് ഞാൻ മനസ്സിലാക്കുകയും ചെയ്യുന്നു. ഇനി എനിക്ക് അധികാരം വിട്ടൊഴിയേണ്ട ഒരു സന്ദർഭമാണ്. എപ്പോഴും അങ്ങനെയാണ്. രാജാധികാരമായാലും മറ്റേതെങ്കിലും തരത്തിലുള്ള അധികാരമായാലും എന്നെങ്കിലും കസേരയൊന്നും ഒഴിയണമല്ലോ. ചിലരൊന്നും അതിനെ തയ്യാറാവാതിരിക്കുന്നു എന്നുള്ളത് കഷ്ടതരമായി നാം കാണുകയും അറിയുകയും അനുഭവിക്കുകയും ചെയ്യുന്നുണ്ട് ഇന്നത്തെ കാലം. ത്രേതായുഗത്തിൽ അങ്ങനെയല്ല. വിശേഷിച്ചും രഘുവംശ രാജാക്കന്മാരുടെ ഭരണങ്ങളിൽ അങ്ങനെ വരുന്നില്ല. ദശരഥൻ താഴെ ഇറങ്ങാം, അധികാരത്തിൻ്റെ അംശപടി ആരെയെങ്കിലും ഏൽപ്പിച്ചിട്ട് പിന്മടങ്ങാം എന്നൊക്കെയാണ് അദ്ദേഹം വിചാരിച്ചത്. അതിലെന്തെങ്കിലും തടസ്സമുണ്ടാകുമോ എന്നൊരു ഉൾഭയം ഉണ്ടായിരുന്നില്ലേ ദശരഥന് എന്ന് നമുക്ക് സംശയിക്കാനുള്ള അവസരങ്ങളുണ്ട് പലയിടങ്ങളിലായിട്ട്. എന്തായാലും പൗരമുഖ്യന്മാരും പ്രമാണിമാരും എല്ലാം വന്നു. അവരെല്ലാം തൻ്റെ അഭിപ്രായം പറഞ്ഞ് അവരെല്ലാം സമ്മതിച്ചു. അപ്പം എന്നിട്ടും ദശരഥന് സംശയം. പ്രജകളുടെ പൂർണ്ണമായ സമ്മതം ഉണ്ടെങ്കിൽ മാത്രമേ അനന്തരാവകാശിയെ തീരുമാനിക്കാവൂ എന്നുണ്ട് രഘുവംശത്തിൽ. അത് മനസ്സിലാക്കിയിട്ട് തന്നെ രാജാവ് ഒന്ന് പറഞ്ഞു, നിങ്ങൾ രാമനെ തിരഞ്ഞെടുത്തുവല്ലോ,
എന്തിനാണ് അങ്ങനെ തിരഞ്ഞെടുത്തത്? എന്തെങ്കിലും അതിൻ്റെ പിന്നിലുണ്ടോ? മറ്റാരെങ്കിലും തിരഞ്ഞെടുക്കണമെന്ന് നിങ്ങൾക്ക് തോന്നാത്തത് എന്താ എന്ന് അങ്ങോട്ട് ചോദിക്കുക. അപ്പോൾ അവർ പറഞ്ഞു, രാമൻ എല്ലാവർക്കും ഹിതകാരിയാണ്, എല്ലാവരോടും നല്ല രീതിയിൽ പെരുമാറുന്ന ആളാണ്, സ്നേഹമസൃണമായ സംഭാഷണമാണ് അദ്ദേഹത്തിൻ്റെ, ആരോടും ദേഷ്യപ്പെട്ട് സംസാരിക്കാറില്ല, ന്യായവും നീതിയും സത്യസന്ധതയും വിട്ട് അദ്ദേഹം ഒരു കാര്യത്തിലും ഇടപെടാറില്ല. അങ്ങനെ പ്രായത്തിന് അപ്പുറത്തെ പക്വത വന്ന ഒരാൾ തന്നെയാണ് രാമൻ. അതുകൊണ്ട് സർവഥ എല്ലാ പ്രകാരത്തിലും സർവഥ യോഗ്യനാണ് അധികാരത്തിലേറാൻ. അത് രാമന് തുല്യം നിൽക്കാൻ വേറെ ആരും എവിടെയും ഇല്ല എന്നാണ് ഞങ്ങളുടെ വിശ്വാസവും അഭിപ്രായവും. അതുകൊണ്ട് രാമനെ തന്നെ യുവരാജാവായി അഭിഷേകം ചെയ്യണം, അതാണ് ഞങ്ങളുടെ എല്ലാം താല്പര്യം എന്ന് ഒരിക്കൽ കൂടി പറഞ്ഞു. ദശരഥന് സന്തോഷമായി. പക്ഷേ ഈ ആലോചനകളും തീരുമാനങ്ങളും ഒന്നും ദശരഥൻ അന്തഃപുരത്തിൽ ആരോടും പറഞ്ഞില്ല. എന്നാൽ പണ്ട് കാലത്ത് അങ്ങനെയല്ല. കൈകേയിയോട് ചെന്ന് പറയുമായിരുന്നു. ദേവലോകത്ത് യുദ്ധത്തിന് പോകുമ്പോഴും അവരെയും കൂടെ കൂട്ടിയാണ് പോയത്. എന്ത് കാര്യമുണ്ടെങ്കിലും ഈ മധ്യമ പത്നിയോട് പറയുമായിരുന്നു, രണ്ടാമത്തെ ഭാര്യയായ കൈകേയിയോട് പറയുമായിരുന്നു. സൗന്ദര്യത്തിലും അഭിപ്രായ പ്രകടനങ്ങളിലും സ്വന്തമായ തീരുമാനങ്ങളെടുത്ത് നടപ്പാക്കാനുള്ള ശ്രദ്ധയിലും എല്ലാം കൈകേയി കൗസല്യേക്കാളും സപത്നിയായ കൗസല്യേക്കാളും കുറച്ച് മുമ്പിലായിരുന്നു എന്നുള്ളത് കൊണ്ടാണ് ദശരഥൻ അങ്ങനെ അവരോട് അതെല്ലാം പറയുമായിരുന്നത്. പക്ഷെ അവരോടാകട്ടെ, രാജകൊട്ടാരത്തിൽ ആരോടെങ്കിലും ആകട്ടെ ഈ രഹസ്യങ്ങളൊന്നും ഈ കാര്യങ്ങളൊന്നും പറഞ്ഞില്ല, രഹസ്യമായി സൂക്ഷിച്ചു സംഗതി. എന്താണ് നമുക്കറിഞ്ഞുകൂടാ. എന്തായാലും അങ്ങനെയായി. ഒരുപാട് ഒരുക്കങ്ങൾ, ഒരു അഭിഷേകത്തിന് വേണ്ട ഒരുക്കങ്ങൾ എന്ന് പറഞ്ഞാൽ അത്ര നിസ്സാരമായ കാര്യമല്ല. രാജവീഥികൾ വൃത്തിയാക്കൽ മാത്രമല്ല, കൊടിതോരണങ്ങൾ തൂക്കുക മാത്രമല്ല, ഒരുപാട് കാര്യങ്ങൾ അഭിഷേകവുമായി ബന്ധപ്പെട്ട് ഉണ്ട്. അതുപോലെ ഒരു ആത്മീയമായ അവരോധിക്കലും കൂടിയാണത്. വെറും ഭൗതികമായ അവരോധിക്കൽ മാത്രമല്ല ഈ ചക്രവർത്തി പദത്തിലേക്ക് എത്തേണ്ട ഒരു കർമ്മം ചെയ്യുക എന്ന് പറയുന്നത്. ഒരുപാട് സംവിധാനങ്ങൾ അതിനാവശ്യമുണ്ട്. എല്ലാവരെയും പടിപടിയായി ആരെ ഉടമസ്ഥത ഏൽപ്പിച്ചു, അവരെല്ലാം കൃത്യമായി തന്നെ അത് സാധിച്ചു. ഏറ്റവും അടുത്തുള്ള ഒരു മുഹൂർത്തത്തിൽ തന്നെ, ഏതാണ്ട് അതിൻ്റെ പിറ്റേന്നോ തന്നെ ഇത് വേണം, ഈ അഭിഷേകം വേണം എന്ന് തീരുമാനിക്കുകയും അത് പുണർന്ന നക്ഷത്രമാണ് എന്നുള്ളത് രാമൻ എന്നുള്ളത് കൊണ്ട് പൂയം നക്ഷത്രത്തിൽ തന്നെ അഭിഷേകം നടത്തണമെന്ന് തീരുമാനിക്കുകയും, ആദ്യം ഉത്തര നക്ഷത്രത്തിൽ നിന്നാണ് തീരുമാനിച്ചത്, പക്ഷേ പൂയം നക്ഷത്രത്തിൽ തന്നെ അഭിഷേകം വേണമെന്ന് തീരുമാനിക്കുകയും അതിനാവശ്യമായ ഇടപാടുകളൊക്കെ ഉണ്ടാക്കുകയും ചെയ്തു. എന്തെങ്കിലും ഒരു തടസ്സം ഉണ്ടാകുമോ എന്ന് ദശരഥന് സംശയം ഉണ്ടായിരുന്നു. രാമനെ വിളിച്ചു. ദശരഥൻ്റെ അടുത്തേക്ക് വന്നു. സുമന്ത്രനാണ് പോയി വിളിക്കുന്നത്. വിളിച്ചു കൊണ്ടുവന്നു. മന്ത്രി മുഖ്യനായിരുന്നല്ലോ സുമന്ത്രർ. അദ്ദേഹം വിളിച്ച് രാമൻ ദശരഥൻ്റെ സമീപത്തെത്തി രാമനോട് വിവരങ്ങളെല്ലാം പറഞ്ഞു. രാമനും അത് സമ്മതം, അച്ഛൻ്റെ തീരുമാനമാണല്ലോ, അത് സമ്മതമാണ് എന്ന് വന്നു. പക്ഷേ അതിനു മുമ്പ് നാരദൻ വന്ന് ബ്രഹ്മാവ് പറഞ്ഞ ദൗത്യം ഏൽപ്പിച്ചപ്പോൾ രാമൻ പറഞ്ഞ ഒരു വാചകമുണ്ട്. രാമൻ പറഞ്ഞത്, ഞാൻ എത്രയും പെട്ടെന്ന് ദണ്ഡകാരണ്യത്തേക്ക് പോകുന്നുണ്ട്, രാക്ഷസ വംശ വിനാശനം സാധിച്ച് ധർമ്മത്തെ സംസ്ഥാപനം ചെയ്യും, ഒരു സംശയവും വേണ്ട. ബ്രഹ്മാദി ദേവന്മാർക്ക് ഞാൻ കൊടുത്ത വാക്കാണല്ലോ, അത് ചെയ്തിരിക്കും. അതുകൊണ്ട് ബ്രഹ്മാദിയോട് പോയി പറയൂ, ഞാനെല്ലാം തീരുമാനിച്ചു കഴിഞ്ഞു, ദണ്ഡകാരണ്യത്തിലേക്ക് പോകും എന്ന് പറയാൻ പറഞ്ഞു. അപ്പോൾ രാമൻ്റെ ഉള്ളിൽ ഈ കാര്യം ഉണ്ടെങ്കിലും അച്ഛനോടോ ആരോടെങ്കിലുമോ ഇത് പറഞ്ഞില്ല എന്നാണ് അധ്യാത്മരാമായണം നമ്മളോട് പറയുന്നത്. അധ്യാത്മരാമായണത്തെ കഥാരീതി പോക്ക് അങ്ങനെയാണ്. വാൽമീകി രാമായണത്തിൽ ചെറിയ വ്യത്യാസങ്ങളെല്ലാം ഉണ്ട്, അതുകൊണ്ട് അത് ഞാൻ പറയുന്നില്ല. അത് കഥകൾ തമ്മിൽ മിക്സായി പോകും, അതുകൊണ്ട് അത് പറയുന്നില്ല. വാൽമീകി രാമായണമാണ് അടിസ്ഥാനപരമായി ശരിയായ കാര്യം. നമ്മളിപ്പം ഈ ബാലകാണ്ഡം ഇപ്പം വാൽമീകി രാമായണത്തിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ ബാലകാണ്ഡം പകുതി പോലും ആവത്തില്ലായിരുന്നു. ഒരുപാട് കഥകളും സംഭവങ്ങളും ഉണ്ട്. ഗംഗ ഉണ്ടായത് എങ്ങനെ, ഭഗീരഥൻ ഉണ്ടായത് എങ്ങനെ, സാഗരം എന്ന് പേര് വന്നത് എങ്ങനെ എന്നൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. സമുദ്രത്തിന് സാഗരം എന്നൊരു പേരുണ്ട്, സഗരൻ എന്ന രാജാവിൽ നിന്ന്, അങ്ങനെയൊക്കെയുള്ള കഥകളുണ്ട്, ഒരുപാടുണ്ട്. അപ്പോൾ പകുതി പോലും ആവില്ലായിരുന്നു ഈ ബാലകാണ്ഡം. അത് വാൽമീകി രാമായണമായിരുന്നു നമ്മൾ പിന്തുടരുന്നതെങ്കിൽ. അധ്യാത്മരാമായണമാകുമ്പം ഭക്തി പ്രശ്രവണമായ, അല്ലെ ഭക്തിയുടെ പ്രവാഹം മാത്രമുള്ള, ഭക്തിയുടെ ഒരു ഒഴുക്ക് മാത്രമുള്ള ഒരു കഥാരീതിയാണ് അധ്യാത്മരാമായണത്തിൽ നിന്നുള്ളത് കൊണ്ട് തന്നെ ആ കഥാഗതിയിലേക്ക് പോവുകയും അതിൽ നിന്ന് വരുന്ന തത്വചിന്താപരമായ കാര്യങ്ങൾ മാത്രം നമ്മൾ അല്പമൊന്ന് വിശദീകരിക്കുകയും ചെയ്താൽ അധ്യാത്മരാമായണമായി കുഴപ്പമില്ലാതെ മുമ്പോട്ട് നീങ്ങാൻ പറ്റും.
അപ്പോൾ കഥാഗാത്രം എങ്ങനെയാണെന്ന് മാത്രമാണ് നമ്മൾ പരിശോധിക്കുന്നത്. എന്തായാലും ദശരഥൻ രാമനെ വിളിച്ചു, കാര്യങ്ങളൊക്കെ പറഞ്ഞു. അച്ഛൻ്റെ തീരുമാനമെന്നുള്ള നിലയിൽ രാമൻ സമ്മതിച്ചു. അങ്ങനെ രാമൻ ഇങ്ങ് മടങ്ങി. കുറച്ച് കഴിഞ്ഞപ്പോഴും എന്നിട്ടും ദശരഥന് സമാധാനമില്ല. രാത്രി കുറേ ഇരുട്ടിയപ്പോൾ ദശരഥൻ പെട്ടെന്ന് തൻ്റെ മുറിയിൽ നിന്ന് പുറത്തു വന്ന് മന്ത്രിയെ വിളിച്ചു. മന്ത്രിയോട്, സ്വതന്ത്രരെ, രാമനോട് ഒന്നുകൂടെ വരാൻ പറയൂ. അത് രാമകുമാരൻ ഇപ്പോൾ വന്നിട്ട് പോയതല്ലേ ഉള്ളൂ, അതല്ല, എനിക്ക് ഒന്നുകൂടെ കാണണം അവനെ എന്ന് പറഞ്ഞു. രാമനെ പിന്നെയും ഈ കൊട്ടാരത്തിലേക്ക് വിളിച്ചു. രാമനും ഉദ്വേഗം, ആകാംക്ഷ, എന്താണ് അച്ഛൻ ഉടനെ പിന്നെ വീണ്ടും വിളിക്കുന്നത്? നേരത്തെ ഒന്ന് വിളിച്ചു, പോയി സംസാരിച്ചു, കാര്യങ്ങൾ അറിഞ്ഞു, ഞാൻ വീട്ടിൽ വന്ന് അമ്മയോട് പറഞ്ഞു, സീതയോട് പറഞ്ഞു, എല്ലാവരോടും പറഞ്ഞു, പിന്നെന്താണ് ഇനിയിപ്പോൾ ഉടനെ വിളിക്കുന്നതെന്ന്? അത് അച്ഛൻ എന്തോ പറഞ്ഞ് ഏൽപ്പിക്കാനുണ്ട്, അതുകൊണ്ടാണ് എന്ന് സുമന്ത്രർ മറുപടിയും പറഞ്ഞു. അങ്ങനെ രാമൻ വീണ്ടും ദശരഥൻ്റെ അടുത്ത് ചെന്നു. എന്തോ പറഞ്ഞു, മോനെ, കാലമാണ് ഒരുപാട് മാറ്റങ്ങളുണ്ടാക്കും. എനിക്കും ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടില്ലേ? തീർച്ചയായും ആ മാറ്റങ്ങൾ എല്ലാവർക്കും ഉണ്ടാവും. ഒരിക്കലെടുക്കുന്ന തീരുമാനം പിന്നെ ആ തീരുമാനം തന്നെ നടപ്പിലാകണം എന്നൊന്നുമില്ല. അത് പിന്നെ ഒരു ഇളക്കി പ്രതിഷ്ഠ ഉണ്ടാവും. അങ്ങനെയൊക്കെയാണ് സംഭവിക്കുന്നത്. അപ്പോൾ എന്തായാലും ഞാനിവിടെ നിന്നെ യുവരാജാവായി അഭിഷേകം ചെയ്യാമെന്ന് തീരുമാനിച്ചു. പക്ഷേ ചില ദുർനിമിത്തങ്ങൾ എന്നെ അലട്ടുകയാണ്. ജ്യോത്സ്യന്മാർ എന്നോട് പറഞ്ഞു, ചൊവ്വ, ശുക്രൻ തുടങ്ങിയ ഗ്രഹങ്ങൾ എൻ്റെ നക്ഷത്രത്തെ ബാധിച്ചിട്ടുണ്ട്. അത് അമംഗളമാണ്, പലതരത്തിലുള്ള ദോഷങ്ങളുകൊണ്ട് സംഭവിക്കും. അതുകൊണ്ട് എനിക്കൊരു ഭയമുണ്ട്, നടക്കുമോ എന്നൊരു ഭയമുണ്ട്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇത് അഭിഷേകം വേണം എന്നുള്ളത് കൊണ്ട് നേരത്തെ പറഞ്ഞതിൽ നിന്ന് കുറച്ചും കൂടെ മുമ്പേ തന്നെ ഞാൻ അഭിഷേകത്തിന് തീരുമാനമെടുക്കുകയാണ്. ആ കാര്യം പറയാനാണ് വിളിച്ചത്. ദുർനിമിത്തുകൾ പലതുണ്ട്. ഭരതനും കൈകേയും എല്ലാം ഉണ്ടെന്നുള്ള കാര്യമായിരിക്കണം ദശരഥനെ സൂചിപ്പിക്കാൻ ഒരുങ്ങിയതെങ്കിലും അധ്യാത്മരാമായണകാരൻ സ്പഷ്ടമായി അത് പറയുന്നില്ല. എന്തായാലും ഈ കാര്യം പറഞ്ഞു. അതൊക്കെ പിന്നെ രാമൻ മൂളി കേട്ടു. എന്നിട്ട് തിരിച്ചു പോയി. അപ്പോൾ കൈകേയി മാതാവിൻ്റെ അടുത്ത് ചെന്ന് അമ്മയോട് വിവരങ്ങളൊക്കെ പറഞ്ഞ് എല്ലാവർക്കും സന്തോഷമായി. അഭിഷേക വൃത്താന്തം അന്തപുരത്ത് കുറേയൊക്കെ ആയി. പക്ഷേ കൈകേയിയുടെ അന്തപുരത്ത്, കൈകേയിക്ക് പ്രത്യേക ഒരു ബംഗ്ലാവാണ്. അവിടെ അവർ നാട്ടിൽ നിന്നും ഒരു 3-4 ചേടികളെ കൊണ്ടുവന്നിട്ടുണ്ട്, ഈ തോഴിമാരെ കൊണ്ടുവന്നിട്ടുണ്ട്, വേലക്കാരെ കൊണ്ടുവന്നിട്ടുണ്ട്, പ്രത്യേകം കൊണ്ടുവരും. അവരാണ് പ്രധാനമായിട്ടും കൈകേയിയുടെ കാര്യങ്ങളൊക്കെ അങ്ങനെ നോക്കുന്നത്. എല്ലാ കാര്യങ്ങളും നോക്കും. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് ഈ കൊട്ടാരത്തിൽ നടന്ന വൃത്താന്തങ്ങളെക്കുറിച്ച് ന്യൂസ് അത്ര പെട്ടെന്ന് ഇവർക്ക് കിട്ടുകയില്ല. എന്തായാലും ആളുകളൊരു സന്തോഷമായിട്ട് രാജകൊട്ടാരത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത് കണ്ടിട്ട് ഈ പിന്നെ കൈകേയിയുടെ തോഴി ഒരു മന്ധര, 3 കൂനുള്ള ഒരു സ്ത്രീയാണ്. സൈഡിൽ 3 കൂനുണ്ട്, വളവുണ്ട്. അപ്പോൾ ആ സ്ത്രീ പിന്നെ ചോദിച്ചെന്താ ഇങ്ങനെ ഒരു ബഹളമൊക്കെ കാണുന്നു, പതിവില്ലാത്ത കണക്ക് രാജാവാർക്കൊക്കെ എന്തോ കൊടുക്കുകയൊക്കെ ചെയ്യുന്നതായിട്ട് ഞാനാണ്ട് മുകളിൽ കയറുന്നു, മാളികയുടെ മുകളിൽ കയറുന്നു, അങ്ങോട്ട് നോക്കിയപ്പോൾ കണ്ടല്ലോ, എന്താ അവിടെ ഉള്ള ആ രാജവീഥികളൊക്കെ വൃത്തിയാക്കിയിരിക്കുന്നു, ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു, അവരെല്ലാം ആടയാഭരണങ്ങൾ ചാർത്തിയിട്ടുണ്ട്, ഉത്സവാഘോഷങ്ങൾ ഒരു പ്രതീതി ഉണ്ടല്ലോ, കൊടിതോരണങ്ങളൊക്കെ ധാരാളമായി ഉണ്ടല്ലോ എന്ന്. അപ്പോൾ കൊട്ടാരത്തിനകത്തുണ്ടായിരുന്ന 1-2 അനുചാരകർ പറഞ്ഞു, അത് നിങ്ങൾക്ക് അറിയാത്തത് കൊണ്ടാണ് രാമനെ നാളെ യുവരാജാവായിട്ട് അഭിഷേകം കഴിക്കുകയാണ്, അതിൻ്റെ ഉത്സവങ്ങളാണ്, ഒരുക്കങ്ങളാണ് നടക്കുന്നത്, എല്ലാവർക്കും ആഹ്ലാദമാണ്. രാമനെ പിന്നെ യുവരാജാവായിട്ട് അഭിഷേകം ചെയ്യണമെന്നാണ് മഹാരാജാവ് തീരുമാനിച്ചിരിക്കുന്നത്, അതിൻ്റെ ഒരുക്കങ്ങളാണ്, എല്ലാവർക്കും വളരെ സന്തോഷമാണല്ലോ, നിങ്ങളിതൊന്നും അറിഞ്ഞില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ ഇവർ ചാടി തുള്ളി ഭൂമി കുലുക്കുന്നത് പോലെ നടന്ന് കൈകേയിയുടെ ശയനാകാരത്തിലേക്ക് ചെന്നു. അപ്പോൾ കൈകേയി ഇങ്ങനെ കൈ കുത്തി ഇങ്ങനെ കിടക്കുക, ഉറങ്ങിട്ടില്ല, അങ്ങനെ കിടക്കുക. പറഞ്ഞു, പിന്നെ കൈകേയി, നീ എന്ത് ഭാവിച്ചാ ഇങ്ങനെ കിടക്കുന്നത്? നീ ഇത് വല്ലതും അറിഞ്ഞോ? എന്തറിയാൻ? നിന്നോട് ആരും ഒന്നും പറഞ്ഞില്ല, നിന്നോട് ആരും ഒന്നും പറയുകയുമില്ല, നിന്നെ ഇവിടെ ആർക്കും അത്ര വിലയൊന്നുമില്ല എന്നും മറ്റും ഈ കൈകേയിയുടെ മനസ്സിളക്കാൻ പാകത്തിൽ എന്തൊക്കെ പറയാമോ അതൊക്കെ ഈ മന്ധര പറഞ്ഞു. അതിനു മുമ്പ് മന്ധര അങ്ങനെ സംസാരിച്ചിട്ടില്ല, ഒരിക്കലും സംസാരിച്ചിട്ടില്ല. അപ്പം രാമന് ദണ്ഡകാരണ്യത്തിലേക്ക് പോകാനുള്ള വഴി ഒരുക്കുന്നതിനുള്ള ഒരു സംഭവം ആരംഭിക്കുന്നതിന് സരസ്വതീ ദേവി വന്ന് മന്ധരയുടെ നാവിൽ കളിച്ചു എന്നാണ് ഇവിടെ പറയുന്നത്. ഉദ്ദേശം
പലയിടങ്ങളിൽ സൂചനയുണ്ട് അങ്ങനെ. അപ്പോൾ അങ്ങനെ വാഗ്ദേവതയായ സരസ്വതി നാവിന്മേൽ ഇങ്ങനെ വന്നിരുന്ന് സംസാരിപ്പിച്ചു എന്നാണ് മന്ത്രയെ കൊണ്ട്. മന്ത്ര പറഞ്ഞാലേ കൈകൈക്ക് വിശ്വാസം വരും. അത്രത്തോളം വിശ്വാസമുള്ള സൈരന്ധ്രിയാണ് ഈ മന്ത്ര എന്ന് പറയുന്നത്. സൈരന്ധ്രി എന്ന് പറഞ്ഞാൽ തോഴിയുന്ന. അപ്പോൾ മന്ത്ര പറഞ്ഞപ്പോൾ പറഞ്ഞു ഇങ്ങനെ, ഇനി നാളെ മുതൽ പിന്നെ ദശരഥനല്ല രാജാവ്, നിന്റെ ഭർത്താവല്ല ഇവിടുത്തെ രാജാവ്, രാമനാണ്. രാമനെ നാളെ യുവരാജാവായിട്ട് അഭിഷേകം ചെയ്യാൻ പോകുന്നു. നന്നായല്ലോ, രാമൻ ഇത്ര നല്ല പിന്നെ കുട്ടി വേറെ ഇല്ല. എനിക്ക് വളരെ വാത്സല്യമുള്ളവനാണ് രാമൻ. ഇത്രയും നല്ല ഒരുവനെ എങ്ങനെയാണ് വേണ്ടെന്ന് വയ്ക്കുക? രാജാവെന്നല്ല, പ്രജകൾക്കും എല്ലാവർക്കും ഇഷ്ടമല്ലേ രാമനെ. ആത്മാരാമനും അഭിരാമനും നല്ലവനുമായ രാമൻ തന്നെ രാജാവാകട്ടെ. പിന്നെ മന്ഥരെ, നിനക്കെന്താ പ്രശ്നം എന്നൊക്കെ ഇവരെ അല്പം ഒന്ന് സ്നേഹപൂർവമായ ശകാരങ്ങളും കുറ്റപ്പെടുത്തലും കൊണ്ട് ഈ കാര്യത്തെ കൈകൈ സമർത്ഥമായി നേരിടാൻ ഒരുങ്ങുമ്പോൾ ഈ മന്ഥര വീണ്ടും പറയുകയാണ്, നിനക്ക് നാളെ മുതൽ ഈ കൊട്ടാരത്തിൽ യാതൊരു വിലയുണ്ടാവുകയില്ല. സപത്നിയായ കൗസല്യയുടെ അടിമയായി നീ കഴിയേണ്ടി വരും. നിനക്ക് ജീവിതം മുഴുവനും നഷ്ടകഷ്ടങ്ങളെ ഉണ്ടാവത്തുള്ളൂ. ഒരിക്കലും നിനക്കൊരു നേട്ടം ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. കുറച്ചൊന്ന് നിന്നു മന്ഥരയുടെ വാക്കിന് ചെവി കൊടുത്തു കൈകൈ. അപ്പോൾ ഇത് ശരിയായിരിക്കുമല്ലോ ചോദിച്ചു എന്ന് പറഞ്ഞു. അതിനുള്ള മാർഗങ്ങൾ നീ തന്നെ കണ്ടുപിടിക്കാൻ. അവൻ പറഞ്ഞു, എനിക്കങ്ങനെ മാർഗമൊന്നും തോന്നുന്നില്ല, ഞാനിപ്പോൾ എന്താ ചെയ്യുക. അപ്പോൾ മന്ഥരയുടെ കുബുദ്ധിയിൽ തന്നെ ഒരു കാര്യം ഉണർന്നു വന്നു. പണ്ട് ദേവാസുര യുദ്ധകാലത്ത് ദശരഥൻ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ ഈ തേരിൻ്റെ അച്ചുതണ്ട് ഒടിഞ്ഞു പോയപ്പോൾ അച്ചുതണ്ടിന് അവിടെ മുട്ടാണി എന്ന് പറയുന്ന സാധനമുണ്ട്. ആ സാധനം ഇടുന്ന ഭാഗത്ത് വിരലിട്ടുകൊണ്ട് ഈ യുദ്ധം തീരുന്നത് വരെ അങ്ങനെ പിടിച്ചുകൊണ്ടിരുന്നു കൈകൈ. തേർത്തണ്ടത്തിൽ ബോധഹീനായി വീണ ദശരഥനെ അവിടുത്തെ കൈകൈയാണ് എടുത്ത് ദൂരെ കൊണ്ടുപോയി ചികിത്സിക്കാൻ കൊണ്ടുപോയത്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ ഇവിടെ ജീവൻ തിരിച്ചു കിട്ടിയതിലെ സന്തോഷത്തിൽ ദശരഥൻ കൈകൈക്ക് ഇഷ്ടവരം കൊടുത്തു. അങ്ങനെയാണല്ലോ ആൾക്കാർ ചെയ്യുന്നത്. നിനക്ക് എന്ത് വേണം? നമ്മൾ പറയാം, നമുക്ക് ഗുണമുള്ള കാര്യം ആരെങ്കിലും ചെയ്താൽ എന്തെങ്കിലും ഒന്ന് പ്രസൻറ്റ് ചെയ്യാറില്ലേ നമ്മൾ? ഇന്നുണ്ട് നമ്മുടെ സ്വഭാവത്തിൽ ഇതൊക്കെ. ഉപഹാരങ്ങൾ കൊടുക്കുക എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ സ്വഭാവത്തിലും അതുണ്ട്. നമ്മുടെ സംസ്കാരത്തിൻ്റെയും നമ്മുടെ ജീവിതവൃത്തിയുടെയും ഒരു ഭാഗമായിട്ട് ഇന്ന് നമ്മൾ സ്വീകരിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ നിനക്ക് എന്താണ് വരം വേണ്ടത് കൈകൈ എന്ന് ചോദിച്ചു. അയ്യോ, എനിക്കൊരു വരവും വേണ്ട, ഞാൻ എന്തെങ്കിലും ആവശ്യമുണ്ടോ ഞാൻ ചോദിക്കാം, അന്നേരം തന്നാൽ മതി, ഇപ്പോഴൊന്നും വേണ്ട, ആവശ്യമുള്ള സമയം ചോദിക്കാം. ശരി, എന്നാൽ പിന്നെ അങ്ങനെ ആവട്ടെ. അങ്ങനെ കൊടുക്കാമെന്ന് സമ്മതിച്ചു വെച്ച ഒരു വരമുണ്ട്, അങ്ങനെയൊക്കെ ഉണ്ട് ഇല്ലേ? ആ വരം നീ ഇപ്പോൾ ചോദിച്ചോളൂ. ആ വരപ്രാർത്ഥന നടത്തിയാൽ മതി. എന്താ ചോദിക്കേണ്ടത് അത് ഞാൻ പറഞ്ഞു തരാം. ഈ അഭിഷേകത്തിൽ ഒരുക്കങ്ങളെല്ലാം ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഭരതനെ രാജാവായിട്ട് വഴിക്കുക, യുവരാജാവായിട്ട് വഴിക്കുക. രാമൻ 14 വർഷം ദണ്ഡകാരണ്യത്തിൽ പോയി പാർത്ത് അവിടെ കഴിയണം. പിന്നെന്ത് ചെയ്യണമെന്ന് പറയുന്നില്ല. 14 വർഷം ഇതാണ് പറയേണ്ടത്. ശരി, എന്നാൽ പിന്നെ അങ്ങനെ ആവട്ടെ എന്ന് തീരുമാനിച്ചു. രാജാവ് എഴുന്നള്ളേണ്ട ഒരു സമയമുണ്ട്. ഈ വൃത്താന്തങ്ങളൊക്കെ എല്ലാവരും പറയണമല്ലോ. അങ്ങനെ കൈകൈ അറിയിക്കാനും പിന്നെ കൈകൈ കൊടുത്ത് കഴിയാനുമായിട്ട് ദശരഥൻ അവിടെ നേരെ കൈകൈയുടെ അടുത്തേക്ക് വരുമ്പോഴേക്കും അവിടെ കൈകൈയില്ല. കൈകൈ അവിടെ പോയി ക്രോധാകാരത്തിൽ കിടക്കുകയാണ്. ക്രോധാകാരം, ദേഷ്യം വരുമ്പോൾ ഒരിടത്ത് പോയിരിക്കും, സന്തോഷം വരുമ്പോൾ വേറെടുത്ത് പോയിരിക്കും. രാജകൊട്ടാരമല്ലേ, പ്രത്യേക സ്ഥലങ്ങളുണ്ട്, ആരും കാണാതെ പോയിരിക്കുക. ഇപ്പോൾ നമ്മുടെ വീട്ടിൽ പിള്ളേരൊക്കെ വഴക്കിട്ട അവർ ഒളിച്ചിരിക്കും, പോയി എവിടെയെങ്കിലും വിളിച്ചാലും വരത്തില്ല, എവിടെയെങ്കിലും പോയി, എവിടാ നീ ഇരിക്കുന്നത്, എവിടാ അനങ്ങത്തില്ല, പിന്നെ നമ്മൾ പോയി കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞതുപോലെ ഇവിടെ കൈകൈ പിന്നെ പോയി ക്രോധാകാരത്തിൽ പ്രവേശിച്ചു. അവിടെ മുടിയൊക്കെ അഴിച്ചിട്ട് പിന്നെ അഴിഞ്ഞുലഞ്ഞ വസ്ത്രവും അഴുക്കവരുടെ വസ്ത്രവും ഒക്കെ ആയിട്ട് തറയിൽ കിടന്ന് ഉരുണ്ട് നിലവിളിച്ച് അങ്ങനെ കണ്ണീരൊഴുകി അങ്ങനെ കിടക്കുകയാണ് ഈ കൈകൈ. ആ കൈകൈയുടെ അടുത്തേക്കാണ് പ്രിയ എന്തു പറ്റി, പ്രാണനാഥ എന്തു പറ്റി, എന്താണ് നിനക്ക് വേണ്ടത്, നിൻ്റെ ഏത് തരത്തിലുള്ള ആഗ്രഹങ്ങളും ഞാൻ സാധിച്ചു തരത്തില്ലേ, നീ എന്തിനാണ് ഇങ്ങനെ ദുഃഖിക്കുന്നത് ക്ലേശിക്കുന്നത്, അങ്ങനെ അതിനുള്ള സന്ദർഭമല്ലല്ലോ ഇത്, കൊട്ടാരം മുഴുവൻ സന്തോഷിക്കുന്ന ഈ സന്ദർഭത്തിൽ നിനക്കെന്താ ദുഃഖിക്കാൻ കാരണം, നീ എഴുന്നേൽക്കവിടുന്നു, നീ എഴുന്നേറ്റ് വാ, നിനക്ക് എന്താ വേണ്ടത് ഞാൻ തരാം. ഇങ്ങനെയൊക്കെ അനുനയ വാക്കുകൾ ധാരാളമായി. അത് സ്നേഹമയ്യായ ഭാര്യയാണല്ലോ, ഭർത്താവുമാണല്ലോ. അപ്പോൾ ഇഷ്ടംപോലെ ഇങ്ങനെ വാചകസർത്തടിച്ചു കുറേ കാര്യം. അപ്പം കൈ അതിന് ഒരു പ്രതിവാചകം പറഞ്ഞില്ല, മറുപടി പറഞ്ഞില്ല. അപ്പം കുറേ നിർബന്ധിച്ചപ്പോൾ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇത് കേട്ടപാടെ ഈ ദശരഥൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത കാര്യമാണ്. അയ്യോ രാമ എന്ന് പറഞ്ഞ് ബോധഹീനനായി നിലംപതിക്കുകയാണ്.
ഈ സമയം കൊട്ടാരത്തിൽ ഗംഭീരമായ ഒരുക്കങ്ങൾ നടക്കുകയാണ്. അഭിഷേകം ശരിയായി കൊണ്ടുപോകാനുള്ള ഒരുക്കങ്ങൾ നടക്കുകയാണ്. ആ കഥയുടെ ഒരു രീതി നീട്ടിക്കൊണ്ടു പോകുന്ന സമ്പ്രദായമാണ്. ഒരു അഭിഷേകം എങ്ങനെ ദീഖനത്തിലേക്ക് വരുന്നു. ദശരഥന് മുമ്പ് ദുർനിമിത്തങ്ങൾ കണ്ടിരുന്നു. ആ ദുർനിമിത്തങ്ങളുടെ പ്രതിഫലനമായിട്ട് വരുന്നു. രാമൻ ദണ്ഡകാരണ്യത്തിലേക്ക് പോകുമെന്ന് നാരദനോടും പ്രത്യേകമായി എടുത്തു പറഞ്ഞത് വസ്തുതയോടെ കിടപ്പുണ്ട്. ഈ കാര്യങ്ങളൊക്കെ ചേർത്ത് വെച്ച് ആലോചിക്കുമ്പോൾ സ്വാഭാവികമായി ഒരു കഥാഗതിയെ മുമ്പോട്ട് കൊണ്ടുപോകുന്നതിന് ഇത്തരം ഉപജാപങ്ങളുടെ ഒരു ചരിത്രം ആവശ്യമായി വരുന്നുണ്ട്. ആ ഉപജാപങ്ങളുടെ വളരെ വ്യക്തമായ ഒരു ചിത്രം രാമായണത്തിലൂടെ വായിക്കുമ്പോൾ ഇത് നേരത്തെ എല്ലാവരും കൂടെ കൂട്ടി പറഞ്ഞൊപ്പിച്ച് വെച്ചതുപോലെ തന്നെ തോന്നും. വിധി അങ്ങനെയാണ് എപ്പോഴും. വിധിവിഹിതം അലംഘനീയമാണ്. ആ വിധിവിഹിതത്തിനനുസരിച്ച് മാത്രമേ നീങ്ങാൻ പറ്റത്തുള്ളൂ. വിധി എന്താണോ തീരുമാനിച്ചിട്ടുള്ളത് അതിനനുസരിച്ച് നടക്കും. കാരണം മുമ്പ് തന്നെ തീരുമാനിക്കപ്പെട്ട ചില ലക്ഷ്യങ്ങളുണ്ട്. ആ ലക്ഷ്യങ്ങൾ പരമാർത്ഥമായി ഭവിപ്പിക്കേണ്ടതുണ്ട്. അത് ഏതുതരം സാഹചര്യങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടായാലും അതിലേക്ക് തന്നെ എത്തുകയാണ് അവിടെ. ആ ഒരു രീതിയിലേക്ക് വന്നപ്പോൾ ദശരഥൻ അവിടെ വീണുപോയി. ദശരഥന് അമിതമായ പുത്രാർത്തി ഉണ്ടായിരുന്നു. പുത്ര വാത്സല്യം ഉണ്ടായിരുന്നു. കണ്ണും കാതും കേൾക്കാത്ത വണ്ണമുള്ള അത്ര ഒരു അന്ധമായ പുത്രവാത്സല്യം ദശരഥനുണ്ടായിരുന്നു. ഔചിത്യമില്ലാത്ത ഒരു വാത്സല്യം ദശരഥനുണ്ടായിരുന്നു എന്നൊക്കെ നമുക്ക് വിമർശാത്മകമായി പറയാം. മഹാഭാരതത്തിൽ ധൃതരാഷ്ട്രർക്ക് ദുര്യോധനനോടുണ്ടായിരുന്നത് പോലെയുള്ള ഒരു വാത്സല്യം. പിന്നെ ദുര്യോധനൻ പിന്നെ അവിടെ എന്ത് അക്രമം കാണിച്ചാലും ഇയാളൊന്നും മിണ്ടത്തില്ല, ധൃതരാഷ്ട്രനൊന്നും മിണ്ടത്തില്ല. ദശരഥൻ അങ്ങനെ ആയിരുന്നില്ല. ദശരഥൻ അങ്ങനെ ഉണ്ടാകാതിരുന്നുണ്ടായ മക്കൾ എന്നുള്ള നിലയിൽ 4 മക്കളോട് വളരെയധികം വാത്സല്യം, എസ്പെഷ്യലി പ്രത്യേകമായിട്ടും രാമനോട് അമിതമായ വാത്സല്യം സൂക്ഷിച്ചിരുന്നു. അതിസ്നേഹം എവിടെ ഉണ്ടെങ്കിലും അതിശങ്കയ്ക്കിട വരുത്തുമെന്ന അതാണ് ചൊല്ല്. ഏറ്റവും കൂടുതൽ സ്നേഹം ആരോടാണോ നമ്മൾ പ്രകടിപ്പിക്കുന്നത് ആ കേന്ദ്രത്തിൽ നിന്ന് തന്നെ നമുക്ക് ദുഃഖിക്കാനുള്ള അവസരവും ഉണ്ടാവും. അതൊരു സ്വാഭാവികമായ ലോകനീതിയാണ്. അതിനകത്ത് തന്നെ ഈ കൈകേയി മൂലം ദശരഥന് ദുഃഖാവസ്ഥകൾ ഉണ്ടാവുകയാണ്. അദ്ദേഹം ബോധഹീനനായി നിലംപതിച്ചു. കുറച്ചു കഴിഞ്ഞ് ബോധം ഉണർന്നു കഴിഞ്ഞതിന് ശേഷം രാമനെക്കുറിച്ച് ഒരുപാട് പറഞ്ഞ് കരഞ്ഞു. കൈകേയിയോട് ഇത്രത്തോളം സ്നേഹമുള്ള മകൻ ഭരതന് പോലും കൈകേയിയോട് അത്ര സ്നേഹമില്ല. അത്രത്തോളം സ്നേഹമുള്ള ഈ രാമകുമാരനെ കാട്ടിലേക്ക് തന്നെ പറഞ്ഞയക്കണോ? ഭരതൻ വേണേൽ രാജ്യം ഭരിച്ചോട്ടെ, രാമനെന്തിനാ ഭരണത്തിലേക്ക് പോകുന്നത് എന്നൊക്കെ ചോദിച്ചിട്ടാണ് നെഞ്ചത്തൊടിച്ച് നിലവിളിക്കും ബഹളം ഉണ്ടായി. ഈ സമയം എനിക്കിപ്പോൾ രാമനെ കാണണം എന്ന് ദശരഥൻ പറഞ്ഞു. ഉടൻ തന്നെ ആളുകൾ പോയി രാമനെ കൂട്ടിക്കൊണ്ടുവന്നു. എന്താ പിന്നെയും എന്നെ വിളിക്കുന്നതെന്ന് സംശയം കൊണ്ട് രാമൻ വളരെ ഉദ്വേഗത്തോടെ ജിജ്ഞാസാഭരിതനായി ദശരഥൻ്റെ സമീപത്ത് കൈകേയി മന്ദിരത്തിൽ എത്തിയപ്പോൾ അവിടെ ഒരു ആഹ്ലാദവും കാണുന്നില്ല. ആകപ്പാടെ ദുഃഖാകുലമായ ഒരു മൂടിക്കെട്ടിയ കാറും കോളുള്ള അന്തരീക്ഷം പോലെ വളരെ ദുഃഖകരമായ ഒരു അന്തരീക്ഷം കൊട്ടാരത്തിനകത്ത്. ആരും അങ്ങോട്ടും ഇങ്ങോട്ടും മിണ്ടുന്നില്ല. അച്ഛനെ കാണുന്നില്ല, കൈകേയിയമ്മയെ കാണുന്നില്ല, ആരെയും കാണുന്നില്ല. എന്താണ് സംഭവിച്ചതെന്നുള്ള ഉദ്വേഗം രാമന്, വളരെ ഉത്കണ്ഠ അദ്ദേഹത്തിനുണ്ടായി. രാമൻ എല്ലായിടത്തും നോക്കി. ആരെങ്കിലും എന്തെങ്കിലും ഒന്ന് പറയും, എന്താണ് പ്രശ്നം എന്നാണ്. അപ്പോൾ കൈകേയി ദൂരെ നിൽക്കുന്നത് കണ്ടു. രാമൻ അങ്ങോട്ട് ചെന്നു. അമ്മ എന്താണ് കാര്യം എന്ന് ചോദിച്ചപ്പോൾ അവിടെ തറ വീണ് കിടപ്പുണ്ട്. അപ്പോൾ അച്ഛാ എന്ത് പറ്റി എന്ന് പറഞ്ഞാൽ അച്ഛനെ പിടിച്ച് എഴുന്നേൽപ്പിക്കും. എന്താണ് പറ്റിയെന്നൊക്കെ ചോദിച്ചു. ആരെങ്കിലും ഒന്ന് പറയൂ, എന്താണ് സംഭവം? ഇങ്ങനെ കേട്ടപ്പോൾ പിന്നെ കൈകേയി പറഞ്ഞു, ഞാൻ പറയാം എന്ന് പറഞ്ഞിട്ട് കൈകേയി തനിക്ക് പറയാനുള്ള കാര്യം വളരെ തൂക്കിക്കുറിച്ച് കൃത്യമായ വാചകങ്ങളോട് തന്നെ പറഞ്ഞു. ഒരുപാട് വിശദീകരിക്കാനൊന്നും പോയില്ല. പറയേണ്ട കാര്യം കൃത്യമായി പറഞ്ഞു. നിന്നോട് പറയാൻ രാജാവിന് വിഷമമായിട്ടാണ്, ഒരുപക്ഷെ നിന്നെ ഭയപ്പെട്ടിട്ടാണ് അദ്ദേഹം അത് പറയാത്തത്. ഞാൻ പറയാം. പണ്ട് എനിക്ക് അർജുൻ ഒരു വരം തന്നിരുന്നു. ആ വരം ഞാൻ ഇപ്പോൾ ആവശ്യപ്പെട്ടു. പക്ഷേ അദ്ദേഹം ഇപ്പോൾ തരാതെ മാറി നിൽക്കുകയാണ്. അമ്മ എന്ത് വരമാണ്? ഈ രാമൻ എന്ത് ചെയ്യണമെങ്കിൽ ഞാനത് ചെയ്യാം, എന്ത് വേണമെങ്കിൽ ചെയ്യാം. നീയും സമ്മതിച്ചല്ലോ? സമ്മതിച്ചു. എന്നാൽ നീ 14 വർഷം വനവാസം ചെയ്യുകയും ഭരതൻ നിനക്ക് പകരം രാജാവായി തീരുകയും വേണമെന്നുള്ളതായിരുന്നു ഞാൻ ആവശ്യപ്പെട്ട വരം. ഇത്രയേ ഉള്ളൂ, നിസ്സാരമായ കാര്യം, ഇത് ഇപ്പോൾ തന്നെ ചെയ്യാമല്ലോ എന്ന് പറഞ്ഞ അച്ഛനെ പിടിച്ച് എഴുന്നേൽപ്പിച്ചു. അച്ഛാ, അങ്ങയുടെ പ്രതിജ്ഞ അങ്ങനെയാണെങ്കിൽ ഈ മകൻ തീർച്ചയായും അതിന് വഴിപ്പെടും. കാരണം അതുകൊണ്ട് അച്ഛൻ തന്നെയാണ് മകനെന്നൊരു ചൊല്ലുണ്ട്. ആത്മാവൈ പുത്രനാമാസി എന്ന് പറയും. അച്ഛൻ തന്നെയാണ് മകന്. അച്ഛൻ്റെ ബീജാവസ്ഥയിൽ നിന്നുണ്ടാകുന്ന മകൻ അച്ഛനെ എല്ലാ നിലയിലും സംരക്ഷിക്കാൻ ആണെന്നുള്ള കാര്യം വളരെ സ്മർത്തവ്യമാണ്. അതാണ് ഉചിതമായ പിതൃധർമ്മത്തെക്കുറിച്ച് ഒരു മകൻ ചെയ്യേണ്ട കാര്യം. പുത്രധർമ്മം പിതാവിനോട് പാലിക്കുന്ന, അല്ലെങ്കിൽ പിതാവിന് ആവശ്യമായ ധർമ്മം പുത്രൻ എന്നുള്ളതിൽ അനുഷ്ഠിക്കുക എന്നുള്ളതിൽ കവിഞ്ഞ് ഒരു ജന്മദൗത്യം രാമനെ സംബന്ധിച്ച് ഉണ്ടാവില്ലെന്നുള്ളതാണ്.
ധർമ്മം എന്നുള്ളത് ഒരുപാട് പിന്നെ 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 വിഭാഗങ്ങളുണ്ട്. അതിലൊന്നാണ് ഈ പുത്രധർമ്മം, മറ്റൊന്നാണ് പിതൃധർമ്മം, ഭ്രാതൃധർമ്മം. പിന്നെ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ് ഭ്രാതൃധർമ്മം, സഹോദരന്മാരോടുള്ളത്, സുഹൃദ്ധർമ്മം, പ്രജാധർമ്മം. അങ്ങനെ എവിടെ ചെയ്താലും ധർമ്മം മാത്രമേ ഉള്ളൂ. ധർമ്മത്തിൽ നിന്ന് മോചിച്ചു നിൽക്കുന്ന, അല്ലെ മോചനം നേടി നിൽക്കുന്ന ഒരു ഭാവവും ജീവിതത്തിലില്ല. എല്ലാ വിചാരങ്ങളിലും ഏറ്റവും മുമ്പിൽ നിൽക്കുന്നത് ധർമ്മ സങ്കല്പം തന്നെയാണ്. ആ ധർമ്മം ചെയ്യാൻ വിശേഷിച്ചും രാമോ വിഗ്രഹവാൻ ധർമ്മ എന്ന് വാൽമീകി പറയുന്നത് കൊണ്ട് തന്നെ രാമൻ എപ്പോഴും ധർമാചരണ വ്യഗ്രനാണ് എന്നാണ്. ധർമാചരണത്തിൽ അദ്ദേഹത്തിന് വ്യഗ്രതയുണ്ട്, ധൃതിയുണ്ട് എന്നാണ്. ഏത് വിധത്തിലും ധർമ്മം ചെയ്യുക അദ്ദേഹത്തിൻ്റെ ലക്ഷ്യമാണ്, ആദർശമാണ്, സ്വഭാവമാണ്, വ്യക്തിത്വത്തിൻ്റെ ഭാഗം തന്നെയാണ്. അതുകൊണ്ട് ഇപ്പോൾ തന്നെ ഞാൻ തയ്യാറാണ്, ഒരു അക്ഷോഭ്യനായിട്ടാണ്. യാതൊരു തരത്തിലുള്ള വൈകാരികമായ ഇളക്കവുമില്ല, വൈകാരിക വിഭ്രമങ്ങളൊന്നുമില്ലാതെ രാമൻ അവിടെ നിന്ന് നിഷ്ക്രമിച്ചു. അവിടെ നിന്ന് പോയി നേരെ അമ്മയോട് പോയി പറയാൻ പോയില്ല. അമ്മയോട് യാത്ര ചോദിച്ചിട്ട് പോകാൻ ഒരുങ്ങണം എന്ന് വിചാരിച്ച് പോകാൻ ചെല്ലുകയാണ്. അവിടെ ചെന്ന് അമ്മയോട് പറഞ്ഞു കാര്യം. അമ്മ പറഞ്ഞു, മോനെ വാ ഭക്ഷണം കഴിക്കുക, മോനിൽ നിന്ന് കഴിച്ചില്ലല്ലോ, വരൂ വരൂ എന്ന് പറഞ്ഞു ഒക്കെ വിളിച്ചിട്ടും രാമൻ പറഞ്ഞു അങ്ങനെ അല്ലമ്മേ, ചില കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് രാമൻ അമ്മയോട് പറയുന്നുണ്ട് ചില കാര്യങ്ങൾ. അത് ഞാൻ അല്പം ഒന്ന് വായിക്കാം ആ ഭാഗം. രാമൻ മാതാവിനോട് യാത്ര ചോദിക്കാൻ വേണ്ടി ചെല്ലുകയാണ്. ആ ഭാഗമാണ്. ഇപ്പോൾ ഭുജിപ്പാൻ അവസരമില്ലമ്മേ, ക്ഷിപ്രം അരണ്യവാസത്തിനു പോകണം. മുൽപ്പാടു കേകയ പുത്രിയാമമ്മയ്ക്കു മൽപിത 2 വരം കൊടുത്തിടിനാൻ. ഒന്നു ഭരതനെ വാഴിക്കയെന്നതും എന്നെ വനത്തിനയക്കുന്നു മറ്റേതും. വളരെ ചെറിയ വാചകങ്ങൾ പറയാനുള്ള കാര്യങ്ങൾ രാമനങ്ങ് പറയുകയാണ്. ഒന്നു ഭരതനെ വാഴിക്കയെന്നതും എന്നെ വനത്തിനയക്കുന്നു മറ്റേതും. തത്ര 14 സംവത്സരം വസിച്ചത്ര വന്നിടുവൻ. പിന്നെ ഞാൻ വൈകാതെ സന്താപമേതും മനസ്സിലുണ്ടാകാതെ സന്തുഷ്ടയായി വസിച്ചിടുക മാതാവും. ശ്രീരാമവാക്യം ഏവം കേട്ടു കൗസല്യ പാരിൽ മോഹിച്ചു വീണിടിനാൾ ആകുലാൽ. പിന്നെ മോഹം തീർന്നിരുന്നു ദുഃഖാർണവം തന്നിൽ മുഴുകി കരഞ്ഞുടൻ തന്നുട നന്ദനൻ തന്നോടു ചൊല്ലിനാൾ. ഇന്നു നീ കാരണത്തിനു പോയിടുകിൽ എന്നെയും കൊണ്ടുപോകണം മടിയാതെ. നിന്നെ പിരിഞ്ഞാൽ ക്ഷണാർത്ഥം പൊറുക്കുമോ? ദണ്ഡകാരണ്യത്തിനാശു നീ പോകിൽ ഞാൻ ദണ്ഡധരാലയത്തിനു പോയിടുവൻ. പൈതലേ വേർവിട്ടുപോയ പശുവിന് ഉള്ളാധി പറഞ്ഞറിയിച്ചിടരുതല്ലോ. നടുവാഴേണം ഭരതനെന്നാകിൽ നീ കാടുവാഴേണമെന്നുണ്ടോ വിധിമതം. എന്തു പിഴച്ചതു കൈകേയോടു നീ ചിന്തിക്ക ഭൂപനോടും കുമാരാബലാൽ. താതനും ഞാനുമൊക്കും ഗുരുത്വം കൊണ്ട് ഭേദം നിനക്കു ചെറ്റില്ല എന്നു നിർണയം. പോകണമെന്നു താതൻ നിയോഗിക്കിൽ ഞാൻ പോകരുതെന്നു ചെറുക്കുന്നതുണ്ടല്ലോ. എന്നുട വാക്യത്തെ ലംഘിച്ചു ഭൂപതി തന്നുട വാചാഗമിക്കുന്നതാകിലോ. ഞാനുമെൻ പ്രാണങ്ങളെ ത്യജിച്ചിടുവൻ. മാനവവംശവും പിന്നെ മുടിഞ്ഞുപോം. ഇങ്ങനെ കൗസല്യ സങ്കടത്തോടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കേട്ടപ്പോൾ ഇത് കേട്ട് അടുത്ത് നിൽക്കുകയായിരുന്നു ലക്ഷ്മണൻ. അതീവ കോപത്തോടു കൂടി പറഞ്ഞു, ജ്യേഷ്ഠ അങ്ങ് അഭിഷേകത്തിന് ഒരുങ്ങിക്കൊള്ളൂ, ഞാൻ വേണ്ടത് ചെയ്യാം, ഞാൻ അത് എതിർത്ത് നിൽക്കുന്ന എല്ലാവരെയും ഞാൻ കൊന്നു മുടിക്കും എന്ന് പറഞ്ഞു. അതിന് മറുപടിയായിട്ട് രാമൻ ലക്ഷ്മണനോട് പറയുന്നതാണ് അതിപ്രസിദ്ധമായ ലക്ഷ്മണോപദേശം.
ജീവിതത്തെ സംബന്ധിക്കുന്ന പിന്നെ നശ്വരമായ ഭാവത്തെ ഇത്ര ഭംഗിയായി വിവരിക്കുന്ന ഒരു ഗ്രന്ഥവും വേറെ നമുക്കില്ല. സംസ്കൃത സാഹിത്യത്തിൽ പലതും പലയിടങ്ങളിൽ ഉണ്ടെങ്കിലും സാധാരണ മലയാള സാഹിത്യം പരിശോധിക്കുമ്പോൾ അതിനകത്ത് ഇത്രത്തോളം ജീവിതഗന്ധിയായിരിക്കുന്ന, ജീവിതത്തെക്കുറിച്ചുള്ള തത്വശാസ്ത്ര നിർഭരമായ ഒരു 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 സൂക്തികൾ വേറെ എവിടെയും കാണാനില്ല. ഈ ലക്ഷ്മണോപദേശം പോലെ വെറും സ്തുതിരൂപമല്ല അത്. രാമൻ എത്രത്തോളം കാര്യങ്ങൾ വശമാക്കിയിരുന്നുവെന്ന്, ആധ്യാത്മികമായ കാര്യങ്ങൾ എത്രത്തോളം രാമൻ വശമാക്കിയിരുന്നു എന്നുള്ളത് രാമൻ്റെ ഈ വാക്യങ്ങളിലൂടെ നമുക്ക് പൂർണ്ണമായിട്ടും ബോധ്യപ്പെടും. വത്സ സൗമിത്രേ കുമാര നീ കേൾ എന്ന്, കുട്ടി എന്നുള്ളത് ഒരു ദിവസത്തിൻ്റെ വ്യത്യാസമോ 1-2 ദിവസത്തിൻ്റെ വ്യത്യാസമേ ഉള്ളൂവെങ്കിലും കുഞ്ഞെ എന്ന് വിളിച്ചിട്ടാണ് പറയുന്നത്. നീ കേൾക്കുക, നീ കേൾക്കണം എന്ന് പറഞ്ഞിട്ട് എൻ്റെ വാക്ക് നീ ശ്രദ്ധയോടുകൂടി കേൾക്കണം എന്ന് പറയുകയാണ്. നിന്റെ മനസ്സിലുള്ള വികാരങ്ങൾ എനിക്കറിയാം. നിന്റെ വൈകാരികമായ വിക്ഷോഭം എത്രത്തോളം തീവ്രമാണ്, നിനക്ക് എന്നോട് എത്രത്തോളം പ്രിയമുണ്ട് എന്ന് എനിക്കറിയാം. അതുകൊണ്ട് നീ എന്ത് സാഹസവും ചെയ്യുമെന്നും എനിക്കറിയാം. നീ അതിന് പ്രാപ്തനാണെന്ന് എനിക്കറിയാം. നീ അതിനുള്ള എല്ലാ കൈക്കരുത്തും മനഃശക്തിയും ഉള്ളവനാണെന്ന് എനിക്കറിയാം. പക്ഷേ അത് ചെയ്യുന്നത് ഉചിതമല്ല അനുജ എന്ന് പറഞ്ഞിട്ടാണ് രാമൻ ആ കാര്യങ്ങൾ പറയുന്നത്. നിന്നാൽ അസാധ്യമായി ഒരു കർമ്മവുമില്ല എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു. ദൃശ്യമായുള്ളതു ഉള്ളൊരു രാജ്യദേഹാദിയും എന്നൊക്കെ എനിക്കറിയാം. ലക്ഷ്മണോപദേശം നോക്കിയാൽ മതി, അത് താഴോട്ടൊന്ന് നോക്കണം ശ്രദ്ധിച്ച്. ദൃശ്യമായുള്ളൊരു രാജ്യദേഹാദിയും വിശ്വവും നിശേഷധാന്യധനാദിയും സത്യമെന്നാകിലേ തൽപ്രയാസം തവയുക്തം. നിന്റെ അഭിപ്രായം ഒരുപക്ഷെ യുക്തമായി വരും. എങ്ങനെ? രാജ്യവും അതിനുള്ള ഉപഭോഗ വസ്തുക്കളും എല്ലാം ശാശ്വതമായി നിൽക്കുന്നതാണോ? അതായത് വിഷയഭോഗങ്ങൾ ശാശ്വതമായി നിൽക്കുന്നതാണോ? അങ്ങനെയെങ്കിൽ നിന്റെ ഇപ്പോഴത്തെ ഈ മനോഭാവം ശരിയാണെന്ന് പറയാം. അതൊരിക്കലും അങ്ങനല്ല. ഏതൊരു സ്വത്തും നശിച്ചു പോകുന്നതാണ്. എപ്പോഴും അങ്ങനെയാണ്. ഏതൊന്നും ഭൗതികമായി നാം കണ്ടെത്തുന്നതും തേടി വയ്ക്കുന്നതുമെല്ലാം എന്നെങ്കിലുമൊക്കെ നശിച്ചു പോകുന്നതാണ്. അത് ആഹാര വസ്തുക്കളായാലും ധനധാന്യങ്ങളായാലും എല്ലാം ശോഷിച്ച് ഇല്ലാതെയായി പോകും. കൂടുതൽ കൊണ്ടുവെക്കുന്നത് കൊണ്ട് മാത്രം അത് അവിടെ ഇരിക്കുമെന്നേ ഉള്ളൂ. ഉള്ളത് ഉപയോഗിച്ചു കൊണ്ടിരുന്നാൽ അത് ശോഷിച്ചില്ലാതെയായി പോകും. അപ്പോൾ വിഷയഭോഗങ്ങളെല്ലാം നശ്വരമാണ്, അതൊരിക്കലും ശാശ്വതമാണെന്ന് വിചാരിക്കരുത്. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ സംശയം യുക്തമാണ് എന്ന് പറയാൻ പറ്റൂ. അതുകൊണ്ട് ഒരിക്കലും അതങ്ങനല്ല. ചക്ഷുശ്രവണ ഗളസ്ഥമാം ദർദുരം ഭക്ഷണത്തിന് അപേക്ഷിക്കുന്നത് പോലെ കാലാഹിന പരിഗ്രസ്തമാം ദേഹവും ആലോല ചേതസ ഭോഗങ്ങൾ തേടുന്നു. അതാണ് എഴുത്തച്ഛൻ്റെ രചനാപരമായ കൗശലം ഇവിടെ നമ്മളിവിടെ കാണുകയാണ്. എഴുത്തച്ഛൻ തത്വചിന്താപരമായി എത്രത്തോളം മുമ്പോട്ട് പോയി എന്നുള്ളത് നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. എന്താണ് ഭൗതിക സുഖകാമനകളുടെ അടിസ്ഥാനം? ഒരവസ്ഥയും ഇല്ല എന്നാണ്. എന്തും നശിക്കുന്നതാണ്, ഭൗതികമായി ഒന്നുമില്ല എന്ന് മാത്രമല്ല. ഭാഗവത കീർത്തനത്തിൽ എഴുത്തച്ഛൻ പറയുന്നുണ്ട്, ഇത് നൂറ്റാണ്ടിനകത്തിൽ എന്നേ കാണൂ എന്ന് കാണുന്നു ചിലർ പലതും ഉപായം, കാണുന്നില്ല മരിക്കും ഇതൊന്നും, കാൺകിലും ഒരു നൂറ്റാണ്ടിനകത്തിൽ എന്നേ കാണൂ എന്ന് പറയുന്നുണ്ട്. ഒരു 100 വർഷം അങ്ങേ അറ്റം പോയാൽ പിന്നില്ലല്ലോ. കാരണം ഉത്ഭവിച്ചവർ മാത്രമല്ല, ഭാഗവത്തിന് മറ്റൊരു ഭാഗത്ത് പറയുന്നുണ്ട്, ഉത്ഭവിച്ചവർക്കുണ്ടോ മരണമില്ലായിരുന്നു എന്നും പറയുന്നുണ്ട്. ജനിച്ചാൽ ഒരിക്കലും മരിക്കാതിരിക്കുകയില്ല. അപ്പോൾ ജനനമരണങ്ങൾക്കിടയിൽ വരുന്ന ഈ ജീവിതം എന്ന് പറയുന്ന ഈ ഒരു പ്രതിഭാസമുണ്ട്. ആ പ്രതിഭാസത്തിനകത്ത് എന്തെല്ലാം കാര്യങ്ങളുണ്ട്? സുഖമുണ്ട്, ദുഃഖമുണ്ട്, പിന്നെ പരിഭവങ്ങളുണ്ട്, പരാഭവങ്ങളുണ്ട്. പരാഭവം തോൽവികളുണ്ട്, നിരാശയുണ്ട്, എല്ലാം അസ്വസ്ഥതയുണ്ട്, എല്ലാം ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അർത്ഥരഹിതമായ ഒന്നാണ് ജീവിതമെന്ന് പറയുന്നത് എന്നാണ് എഴുത്തച്ഛൻ്റെ പക്ഷം. ലൗകിക ഹിതങ്ങൾക്കനുസരിച്ച് ജീവിച്ചു പോവുക നമ്മൾ. വിഷയഭോഗങ്ങളുള്ള വിധേയത്വം നമുക്ക് കൂടുകയാണ്. സുഖകാമനകൾ വർദ്ധിക്കുകയാണ്. തേടി വയ്ക്കുന്നതെല്ലാം അനുഭവിക്കണമെന്ന് പറയുകയാണ്. ഇത് വ്യാസൻ ഇതേക്കുറിച്ച് പറയുന്നത് ഭോക്തൃത്വ അഭിമാനം എന്നും കർത്തൃത്വ അഭിമാനം എന്നുമാണ്. 2 അഭിമാനമുണ്ട്. എങ്ങനെയെന്ന് വെച്ചാൽ, നമ്മളൊരു ഒരു വാഴക്കന്ന്, ചെറിയ ഒരു തൈ വാഴ കൊണ്ടുവന്ന് നമ്മുടെ മുറ്റത്ത് അല്ലെങ്കിൽ എവിടെയെങ്കിലും കുഴിച്ചു വെച്ചു നല്ലൊരു കൊലയുണ്ടായി. ആ കൊല ആര് വെട്ടും? അയൽക്കാരോട് വെട്ടാൻ പറയുമോ? നീ ഇവിടെ കൊല നിൽപ്പുണ്ട്, നിങ്ങളങ്ങ് വെട്ടിക്കൊണ്ടുപോകും എന്ന് പറയില്ല. വലിയ കൊല ഉണ്ടായതാ. ഈ ആരാണോ ഈ വാഴക്കന്ന് കൊണ്ടുവച്ച് കിളപ്പിച്ചെടുത്ത ഉടമസ്ഥൻ, ആ ഉടമസ്ഥന് തന്നെയാണ് അതിൻ്റെ വിളവെടുക്കാനുള്ള അധികാരമായി നാം വിശ്വസിച്ചു പോരുന്നത്.
ഇതാണ് കർത്തൃത്വ അഭിമാനവും ഭോക്തൃത്വ അഭിമാനവും എന്ന് പറയുന്നത്. രണ്ട് തരം അഭിമാനങ്ങൾ, രണ്ട് തരത്തിലാണ്. ഞാൻ കർത്താവാണെങ്കിൽ, ഞാൻ ചെയ്യുന്ന ആളാണെങ്കിൽ അതിൻ്റെ ഫലം അനുഭവിക്കാനും എടുക്കാനുമുള്ള അവകാശവും എനിക്കാണ്. അതിൻ്റെ ഭോക്താവും ഞാൻ തന്നെയാണ് എന്നാണ്. ഇത് ഒരിക്കലും ശരിയായ കാര്യമല്ല. ഫലവൃക്ഷങ്ങൾ ഒരിക്കലും അതിൻ്റെ ഫലങ്ങൾ എടുത്ത് ആഹരിക്കുന്നില്ലല്ലോ. പ്ലാവിൽ ചക്ക ഉണ്ടാകുന്നു, പ്ലാവ് ഒരിക്കലും ആ ചക്ക തിന്നിയല്ല. മാവിൽ മാങ്ങ ഉണ്ടാകുന്നു, മാവ് ഒരിക്കലും മാങ്ങ തിന്നിയല്ല. നെൽച്ചെടി, അതിൻ്റെ വിത്ത്, അതിന് ധാന്യം, നെൽച്ചെടിയല്ല കഴിക്കുക, നമ്മളാണ് എടുക്കുന്നത്, അല്ല മറ്റു ജീവജാലങ്ങളാണ് എടുക്കുന്നത്. അപ്പോൾ ചുരുക്കത്തിൽ കർത്തൃത്വാഭിമാനം നിരർത്ഥകമായ ഒരു കാര്യമാണെന്നുള്ള ബോധ്യം ഉണ്ടാകുമ്പോഴാണ് ദുഃഖങ്ങൾ ഒഴിവാവുക. നമ്മുടേതെന്ന് പറയാൻ ഉള്ള കാര്യമല്ല അത്, എല്ലാവരുടേതുമാണെന്നുള്ള, അല്ലെങ്കിൽ ആർക്കെങ്കിലുമൊക്കെ ഉള്ളതാണെന്ന തോന്നലുണ്ടാകണം. യദുരാജാവ് ഒരിക്കലും ഇങ്ങനെ സഞ്ചരിക്കുന്ന സമയത്ത്, ഒരു 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 രാജ്യത്തോട് ഇങ്ങനെ രഥത്തിലിങ്ങനെ സഞ്ചരിക്കുന്ന സമയത്ത് അദ്ദേഹം കണ്ട ഒരു കാര്യമുണ്ട്. ഒരു രണ്ട് കാലിനും സ്വാധീനമില്ലാതെ എഴുന്നേറ്റ് നടക്കാൻ വയ്യ, അങ്ങനെ ഒരാൾ ഒരു ഉന്തുവണ്ടിയിൽ അങ്ങനെ അങ്ങോട്ട് പോകുന്നു. അപ്പോൾ അയാൾ ഒരു പാത്രത്തിൽ നിന്ന് ഒരു ഒരു കോല് കൊണ്ട് തറയിലൊന്ന് കുത്തും. തറയിലൊന്ന് കുത്തുക, എന്നിട്ട് വേറൊരു പാത്രത്തിൽ നിന്ന് എന്തോ എടുത്ത് ആ കുത്തിയ ഭാഗത്തേക്ക് ഇട്ട് മണ്ണ് നീക്കിയിട്ട് പോകും. നടക്കാൻ വയ്യ. അങ്ങനെ കുറേ ദൂരം പോയി. അപ്പോൾ ഇതെല്ലാം, അപ്പം പിന്നെ രഥം മെല്ലെ വായിക്കാൻ പറഞ്ഞു, മെല്ലെ നടത്തിയാൽ മതി എന്ന് പറഞ്ഞു രാജാവ്. അങ്ങനെ രഥം മെല്ലെ അങ്ങോട്ട് നീങ്ങുക. അപ്പം പോകുന്ന വഴിക്കെല്ലാം ഇയാൾ ചെയ്യുക. അപ്പോൾ രാജാവ് മന്ത്രിയോട് ചോദിച്ചു, മന്ത്രി കൂടെ ഉണ്ടായിരുന്നു, ചോദിച്ചു, എന്താ ഇയാൾ ചെയ്യുന്നത്? അയാൾ കൈയും കാലും ഒന്നും വയ്യാത്ത ആളാണ്, നടക്കാൻ വയ്യാല്ലോ, ഉന്തുകൊണ്ടിലാണെന്നാ പോകുന്നത്, ഇയാൾ എന്താ ഇത് ചെയ്യുന്നത്, എന്താ ചെയ്യുന്നത്? അപ്പം അത് തിരുമേനി, അത് ചെയ്യുന്നത് പിന്നെ ഒരു തണൽ വൃക്ഷങ്ങൾ നടുക, അതിൻ്റെ കൂടെ ഫലവൃക്ഷങ്ങളും ഉണ്ട്, അതിന് നടുക അയാൾ. അയാൾ എന്തിനാ അങ്ങനെ ചെയ്യുന്നത്? അയാൾക്കിത് ഉപയോഗമില്ലല്ലോ, പിന്നെ എന്താ ചെയ്യുന്നത്? ഒന്ന് നിർത്തിക്കുക, ഞാൻ അയാളോട് ചോദിക്കട്ടെ. നിർത്തി അയാളോട് ചോദിച്ചു, എടോ, തനിക്ക് തീരെ വയ്യാത്ത ആളെ, അംഗങ്ങൾക്ക് സ്വാധീനം ഇല്ലാത്ത ആളാണല്ലോ, ഇയാളെന്തിനാ ഇത് ചെയ്യുന്നത് ഇങ്ങനെ? അത് പിന്നെ തിരുമേനി, ഞാനത് തണൽ വൃക്ഷങ്ങൾ നടുകയായിരുന്നു, ഇടയ്ക്ക് എല്ലാം ഫലവൃക്ഷങ്ങളും ഉണ്ട്, അത് നടുകയായിരുന്നു. ഇയാളൊന്ന് നടക്കാൻ വയ്യാത്താക്ക് എന്തിനാ ഈ ഫലവൃക്ഷം, തണൽ മരം? അവൻ പറഞ്ഞു, എനിക്കോ നടക്കാൻ വയ്യ എന്ന് വിചാരിച്ച് മറ്റാൾ ആരെങ്കിലും ഇതിലൊക്കെ നടക്കത്തില്ലേ? എനിക്ക് നടക്കാൻ വയ്യ, ശരി, ഞാൻ പോകുന്നില്ല, പക്ഷേ വേറെ ആൾക്കാർ പോകുമല്ലോ, അവർക്കൊന്ന് ഉപകരിക്കുമല്ലോ എന്ന് വിചാരിച്ചാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരിക്കലും ഈ നട്ട ആൾ, ഈ വിത്തുകൾ പാകിയ ആൾ ഒരിക്കലും അതിൻ്റെ ഗുണഭോക്താവല്ല, ആകുന്നില്ല. അപ്പോൾ കർമ്മങ്ങളുടെ ഗുണഭോക്താവാകണമെന്ന് ശഠിക്കുന്നത് മൗഢ്യമാണ് എന്നാണ് അതിൻ്റെ സാരം. കർത്തൃത്വം ഉള്ളത് കൊണ്ട് തന്നെ ഭോക്തൃത്വം ഉണ്ടാകണം എന്നില്ല. കർത്തൃത്വ അഭിമാനവും ഭോക്തൃത്വ അഭിമാനവും പ്രത്യേകമായി തന്നെ കണക്കാക്കണം. ചെയ്യാനുള്ളത് ചെയ്യുക, അതിൻ്റെ ഫലം ആരെങ്കിലും അനുഭവിക്കട്ടെ എന്നാണ്. അത് ഒരു ഗൃഹസ്ഥൻ ഒരിക്കൽ ഒരു സമ്പന്നനായിരുന്നു. അയാൾക്ക് കിട്ടിയ സ്വർണ്ണ നാണയമെല്ലാം അയാളിരിക്കുന്ന പിന്നെ മുമ്പിൽ, പിന്നെ എന്താ നമ്മൾ ഇന്നത്തെ പറയാം സിറ്റ് ഔട്ടിൽ ഒരു തൂണുണ്ട്. ആ തൂണിന് തടി കൊണ്ടുള്ള തൂണാണ്, പഴയ കെട്ടിടമാണല്ലോ, പഴയ ബിൽഡിങ്ങാണ്. തടി കൊണ്ട് വലിയ വണ്ണമുള്ള തടി, ഇങ്ങനെ തൂണ് പോലെ ഇങ്ങനെ കടഞ്ഞെടുത്തതാണ്. അതിൽ ചെറിയ ഒരു വാതിൽ ഒരു ചെറിയ അടപ്പുണ്ടാക്കി വെച്ചിട്ടുണ്ട്, പൊള്ളയായിട്ട്. ഇയാൾ സമ്പാദ്യത്തിൽ സ്വർണ്ണ നാണയങ്ങളൊക്കെ കിട്ടും അന്ന്. ആ സ്വർണ്ണ നാണയമെല്ലാം അതിനകത്ത് കൊണ്ട് നിക്ഷേപിച്ചിട്ട് ഇത് അടപ്പ് വെച്ചങ്ങ് അടയ്ക്കും. അങ്ങനെ വെച്ചുകൊണ്ടിരുന്നു. അപ്പോൾ 2-3 അവിടെ 4 തൂണുണ്ട്. ആ 4 തൂണിൻ്റെ അകവും പൊള്ളയാണ്. അതിനകത്തെല്ലാം ഇയാൾ എത്രയോ വർഷങ്ങളായിട്ട് സമ്പാദിച്ചു കൂട്ടിയ സ്വർണ്ണ നാണയങ്ങൾ എല്ലാം സമ്പാദിച്ചു വെച്ചു. എന്നിട്ട് ഇയാൾ ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പോഴേ പെട്ടെന്ന് ഒരു ദിവസം ഇയാളെ മരിച്ചുപോയി. ഇനിയിപ്പോണ്ടെന്ന് ആർക്കും അറിഞ്ഞൂടാ. ഇയാൾ എന്തിനാ സൂക്ഷിച്ചു വെച്ചേ? എൻ്റെ മകൻ ഒരു ധാരാളിയാണ്, അവൻ നന്നായിട്ട് ജീവിക്കുന്നെങ്കിലും ആവട്ടെ, അല്ലെങ്കിൽ പിന്നെ അവന് മക്കളുണ്ടാവില്ല, അവരുപയോഗിക്കട്ടെ, അല്ല വല്ലവരും കൊണ്ടുപോയാൽ എങ്ങനെ? എൻ്റെ അധ്വാനത്തിൻ്റെ ഫലം എൻ്റെ മക്കളും ഒക്കെ അനുഭവിച്ചാൽ മതി എന്ന് വിചാരിച്ചിട്ട് അയാൾ അതിങ്ങനെ വെച്ചിട്ട് പോയി. പക്ഷെ ഇയാളങ്ങ് മരിച്ചുപോയി, ആരും അറിഞ്ഞില്ല. ഈ മകൻ
ജീവിക്കാൻ ഒരു മാർഗ്ഗമില്ല എന്നിട്ട് ഈ സ്ഥലം അങ്ങ് വിറ്റു. സ്ഥലം വിറ്റ് കഴിഞ്ഞപ്പോൾ വേറെ ആരെങ്കിലും അത് വാങ്ങിക്കുന്നത്? ചെറുമക്കൾ ചെറിയ മക്കളുണ്ടായിരുന്നു, രണ്ടുപേരങ്ങ് മരിച്ചു പോവുകയും ചെയ്തു. ഇയാൾ വിറ്റ് പൈസ വാങ്ങിച്ചുകൊണ്ട് വേറെ കണ്ടു പോവുകയും ചെയ്തു. മറ്റേ ആൾ, ഈ വാങ്ങിയ ആൾ, ഈ വീടെല്ലാം ഇടിച്ച് പൊളിച്ചു, നല്ല വാർത്ത ഇവിടെ വെക്കാമെന്ന് വിചാരിച്ചു അതെല്ലാം ഒന്ന് ഇടിച്ച് പൊളിച്ചു നോക്കിയപ്പോൾ സ്വർണ്ണനാണയം കിട്ടി. അപ്പോൾ ആരോ ഉണ്ടാക്കി വെച്ചത് ആർക്കോ ഉപയോഗിക്കേണ്ടി വന്ന അവസ്ഥ ഉണ്ടായി. ജീവിച്ചിരുന്ന കാലത്ത് ഉപയോഗിച്ചതുമില്ല, അയാളുടെ ബന്ധുക്കൾക്ക് ഉപയോഗിക്കാൻ പറ്റിയില്ല, മറ്റാർക്കോ അത് ഉപയോഗമായി വരുന്നു. അപ്പോൾ കർത്തൃത്വാഭിമാനവും ഭോക്തൃത്വാഭിമാനവും ഈ നിലയിലാണ് വരുന്നത്. ചക്ഷുശ്രവണ ഗളസ്ഥമാം ദർദുരം, അങ്ങനെയാണ് ഇവിടെ ഞാൻ വായിച്ചത്. ചക്ഷുശ്രവണൻ ആരാണ്? ചക്ഷുസ് ശ്രവണമായി ഉപയോഗിക്കുന്നവൻ. ചക്ഷു പറഞ്ഞാൽ കണ്ണ്, നേത്രം, നയനം, മിഴി, ചക്ഷുസ്, വിലോചനം, ലോചനം, ഇതെല്ലാം കണ്ണാണ്. അപ്പോൾ ചക്ഷു ശ്രവണൻ, ഈ കണ്ണ് ചെവിയായി. ശ്രവണം എന്ന് പറഞ്ഞാൽ ചെവി, കേൾവി. കണ്ണ് കേൾവിക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ജീവി സർപ്പവാ, പാമ്പാ. പാമ്പിന് എക്സ്റ്റേണൽ ആയിട്ട് ശ്രവണേന്ദ്രിയമില്ല, ബാഹ്യ കർണങ്ങളില്ല, അതിന് ആന്തരകർണങ്ങളേ ഉള്ളൂ. അതായത് ശബ്ദത്തിൻ്റെ വേരിയേഷൻസ്, അത് തരംഗരൂപത്തിൽ വേവ്സ് തരംഗങ്ങളുടെ ആ ഫ്രീക്വൻസി മനസ്സിലാക്കാൻ പറ്റും എന്ന് മാത്രമേ ഉള്ളൂ പാമ്പിന്. നേരിട്ട് ചെവിയില്ല, കണ്ണേ ഉള്ളൂ. അതാ ചക്ഷുശ്രവണൻ. ആ ചക്ഷുശ്രവണൻ എൻ്റെ ഗളസ്ഥമാം ദർദുരം, ഗളത്തിനകത്ത് തൊണ്ടയിൽ കുടുങ്ങിപ്പോയ ചക്ഷുശ്രവണൻ്റെ ഗളത്തിൽ കുടുങ്ങിപ്പോയ ദർദുരം, തവള, മണ്ടൂകം, അവിടെ തന്നെ ഗ്രഹിച്ചിരിക്കുന്ന ഈ സർപ്പമാണ് തന്നെ വിഴുങ്ങിയിരിക്കുന്നത്. വായി തുറന്നിരിക്കുക, പെരുമ്പാമ്പിൻ്റെ വായിക്കകത്ത ഇരിക്കുന്നത്. ആ വായിക്കകത്ത് ആപത്തിരിപ്പണം. അയാൾ വായൊന്ന് പൂട്ടിക്കഴിഞ്ഞാൽ അവൻ്റെ ആഫീസ് കൂട്ടി. പക്ഷേ ഇങ്ങനെയുള്ള മരണത്തെക്കുറിച്ചുള്ള ഭീകരാവസ്ഥ അറിയാതെ ഈ ദർദുരം തവള അവിടെ ഇരുന്നുകൊണ്ട് ഭക്ഷണത്തിന് അപേക്ഷിക്കുക. തവള ആഹാരം കഴിക്കുന്നത് എങ്ങനെയാണ്? നാവ് പുറത്തേക്ക് ഇട്ടിട്ടാണ്. നമ്മുടെയൊക്കെ നാവിൻ്റെ പിന്നറ്റമാണ് ഉറപ്പിച്ചിട്ടുള്ളത്, തവളയുടെ മുന്നറ്റമാണ് ഉറപ്പിച്ചിട്ടുള്ളത്. ആ മുന്നറ്റം ഉറപ്പിച്ച നാവ് വെളിയിലിട്ട് ടപ്പൊന്നൊരടിയാ അങ്ങോട്ടിടും. അപ്പോൾ അതിലൊരു പശയുണ്ട്. ആ പശയുള്ള നാവിൻ്റെ ഭാഗത്ത് പ്രാണികളൊക്കെ വന്ന് പറ്റും. എന്നിട്ട് തിരിച്ച് ഒറ്റയടി. ആ അകത്തോടുള്ള അടിയിൽ ഈ പ്രാണികളെല്ലാം ചത്തുപോകും. അത് ഇങ്ങനെ കഴിക്കും. ആ ദർദുരം കൂടുതൽ വേഗത്തിൽ സഞ്ചരിക്കാൻ കഴിയില്ല, ചാടുകയുള്ളൂ. ഓടാൻ പറ്റാത്തതാണ് തവള. അപ്പോൾ ചക്ഷുശ്രവണൻ്റെ ഗളത്തിനകത്ത്, കണ്ടത്തിനകത്ത്, വായ്ക്കകത്ത് ഇരിക്കുന്ന ദർദുരം ഭക്ഷണത്തിന് അപേക്ഷിക്കുന്നത് പോലെ കാലാഹിന പരിഗ്രസ്തമാം ദേഹവും, കാലമാകുന്ന അഹി എന്ന് പറഞ്ഞാൽ പാമ്പ്, കാലമാകുന്ന പാമ്പ്, കാലസർപ്പം. കാലം നമ്മളെ വിഴുങ്ങുകയാണല്ലോ. വളരെ അനർത്ഥമുള്ള ഒരു പ്രാർത്ഥപൂർണമായൊരു പ്രയോഗമാണ് കാലത്തെ പാമ്പിനോട് ഉപമിക്കുക എന്ന് പറയുന്നത്. ഈ കാലം നമ്മളെ എത്ര വേണ്ടെന്ന് വെച്ചാലും കാലം നമ്മളെ വിഴുങ്ങുക ചെയ്യുന്നത്. ബാല്യം, കൗമാരം, യൗവനം, വാർദ്ധക്യം, മരണം എന്നിങ്ങനെ രീതി വരികയാണല്ലോ. അത് വേണ്ടെന്ന് വയ്ക്കാൻ പറ്റുമോ? കാലത്തെ മുമ്പോട്ട് നിയന്ത്രിക്കാൻ പറ്റില്ല. ഞാനത് മെസ്സേജായിട്ട് ഞാൻ എൻ്റെ ചാനലിലൊക്കെ ഇട്ടിട്ടുണ്ട്. ഇത് ഈ ചെറിയ സൂക്തങ്ങൾ കുറേ, അത് സാധിക്കുമെങ്കിൽ അതൊന്ന് കാണണമെന്നൊരു അപേക്ഷയുണ്ട്. നമ്മുടെ ചാനലിലും എൻ്റെ സ്റ്റാറ്റസിലും ഞാൻ കുറേ മെസ്സേജസ് ഇങ്ങനെ ഇടാറുണ്ട് സ്ഥിരമായിട്ട്. അത് ഒന്നോ രണ്ടോ വരിയേ കാണും. എനിക്ക് അന്നേരം തോന്നുന്ന കാര്യം എവിടുന്ന് മോഷ്ടിച്ചതല്ല, ഒന്നും സ്വന്തമായിട്ടുള്ള അതാണ്. സൂക്തി സുധാ മഞ്ജരി എന്നാണ് ഞാനതിന് പേര് വച്ചിരിക്കുന്നത്. അത് ഓരോ ദിവസവും എനിക്ക് എന്തെങ്കിലും തോന്നും, ഞാനത് അങ്ങനെ ഇടുകയും ചെയ്യും. 2 വരിയേ ഉള്ളൂ അത്. അപ്പോൾ അതിനകത്ത് ഞാനിത് ഈ ആശയം ഇട്ടിരുന്നു. അപ്പോൾ ചുരുക്കത്തിൽ ഇവിടെ കാലാഹിന പരിഗ്രസ്തമാം ദേഹവും എന്ന് പറയുകയാണ്. കാലത്തെ സർപ്പത്തോട് ഉപമിക്കുകയാണ്. ബാല്യം, കൗമാരം, യൗവനം, വാർദ്ധക്യം, മരണം എന്ന് പറയുന്ന അവസ്ഥയിലൂടെ ജീവി സാധാരണ നിലയിലുള്ള ഒരു ജീവി ആ ജീവിയിൽ നിന്ന് വ്യത്യസ്തമായ മറ്റെന്തോ ആയി മാറുന്ന സമ്പ്രദായമാണിത്. അപ്പോൾ ഒന്നും ശാശ്വതമായി നിൽക്കുന്നില്ല, ശാശ്വത അവസ്ഥ നിൽക്കുന്നില്ല. കാലാഹിന പരിഗ്രസ്തമാം ദേഹവും, കാലമാകുന്ന സർപ്പം വിഴുങ്ങുകയാണ് നമ്മളെ. ആ ദേഹവും ആലോല ചേതസ ഭോഗങ്ങൾ തേടുക തന്നെയാണ്. ആലോല ചേതസ, ഈ അതൊന്നും അറിയാതെ ഉത്സാഹഭരിതനായി ആ ഉത്സാഹത്തോടുകൂടി ഭോഗങ്ങൾ തേടുന്നു, സുഖാവസ്ഥകൾ ഉണ്ടാക്കാൻ ശ്രദ്ധിക്കുന്നു.
പിന്നെയും പിന്നെയും തേടി വയ്ക്കുന്നു. അപ്പോൾ ഇവിടെ നമുക്ക് പ്രകൃതിയെ കണ്ടറിയാൻ മനസ്സിലാവാഞ്ഞിട്ടാ. പ്രകൃതി പക്ഷികൾ എങ്ങനെയാ? നാളേക്ക് വേണ്ടത് എടുത്തിടാത്ത മൃഗത്തിനെ അങ്ങൊന്ന് നമസ്കരിക്കുന്നതാണ്. മൃഗങ്ങളും പക്ഷികളും ഒക്കെ തന്നെ നാളേക്ക് വേണ്ടി തേടി അന്നു കിട്ടും. അതുകൊണ്ട് തന്നെയാണ് എഴുത്തച്ഛൻ പറയുന്നത്, അന്നു കണ്ടതിനെ വാഴ്ത്തുന്നു മാമുനികൾ എന്ന് പറഞ്ഞു. നാളേക്ക് വേണ്ടി കാത്തു വെച്ചാൽ അത് ഉപയോഗിക്കാൻ നമുക്ക് കഴിഞ്ഞൊന്നും വരില്ല. ഇന്നുള്ളത് കഴിയുക. ഇന്നാണ് നമ്മുടെ മുമ്പിലുള്ള പ്രശ്നം. നാളെ പിന്നേ വരുന്നുള്ളൂ എന്നാണ്. പക്ഷെ അങ്ങനെയൊക്കെ ആരും വിചാരിക്കാറില്ല. നമ്മൾ ഭൗതിക സമ്പത്തുകൾ സാധിക്കുന്നത് പോലെ എല്ലാം കുന്നുകൂട്ടാറുണ്ട്. അതാണ് നമ്മുടെ ഒരു പ്രധാനമായ ലക്ഷ്യവും അങ്ങനെ തന്നെയാണ്. കുന്നുകൂട്ടുകയാണ് നമ്മുടെ ഈ ഓരോ വിഭവങ്ങൾ എത്രയെങ്കിലും ഇങ്ങനെ കൂട്ടുകയാണ്. കൂട്ടിവെച്ച് ചിലതൊക്കെ അനുഭവിക്കാൻ പറ്റുന്നുണ്ടായിരിക്കും, ചിലതൊക്കെ അതുപോലെ അവശേഷിപ്പിച്ചിട്ട് പോവുക. പിൻഗാമികളായ ആളുകൾ അത് വിറ്റ് നശിപ്പിച്ചും കളയുക, അല്ലെങ്കിൽ ദുർനടപടികളിലൂടെ നഷ്ടപ്പെടുത്തുക. നമ്മുടെ അധ്വാനം വെറുതെ ആയി പോവുക. ഇത് സാധാരണ സംഭവിക്കുന്നതാണ്. അപ്പോൾ ഇത് വളരെ മോശമായ കാര്യമൊന്നല്ല, ഇത് സ്വാഭാവികമായി സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് എന്താണ് വേണ്ടത്? അതുകൊണ്ട് ഇതൊക്കെ തന്നെയാണ് ശങ്കരാചാര്യ സ്വാമികൾ പറഞ്ഞത്, അർത്ഥം പാരം അനർത്ഥം ദുഷ്കൃത ഗർത്തം പരമിത് പരമാർത്ഥം എന്ന് പറഞ്ഞു. അർത്ഥം അത് വളരെ അനർത്ഥത്തെ സൃഷ്ടിക്കുകയാണ്. ഈ പാക്കനാരുടെ കഥ അതല്ലേ നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഘടകം. മുറം വിറ്റ് നടന്നിരുന്ന പാക്കനാർ ഒരിക്കൽ ഭാര്യയുമായിട്ട് ഇങ്ങനെ പോകുമ്പോൾ, ഒരു വനത്തിലൂടെ ഇങ്ങനെ നടന്ന് പോകുമ്പോൾ അവിടെ ഒരു കിഴി കിടക്കുന്നു. കുറേ സ്വർണ്ണനാണയമാണ് അതിനകത്തുള്ളത്, മനസ്സിലായി. പാക്കനാർ ഭാര്യയോട് പറഞ്ഞു, ആ കിഴി കണ്ടോ? അയ്യോ അത് പണമാണ്, നമുക്ക് എടുക്കാമെന്ന് ഭാര്യ പറഞ്ഞു. തുടരുത് എന്ന് പറഞ്ഞു. അതെന്താ തുടരാം, നമുക്ക് പൈസ ഇല്ലാതെ ജീവിക്കുമല്ലോ, നമുക്ക് പൈസ ഇല്ലാതിരിക്കല്ലേ, ആ പൈസ വേണം, നമുക്ക് ജീവിക്കാമല്ലോ എന്ന് പറഞ്ഞു. പാക്കനാർ പറഞ്ഞു, വേണ്ട വേണ്ട വേണ്ട, അത് ആളെ കൊല്ലിയാണെന്ന് പറഞ്ഞു. ആളെ കൊല്ലിയോ? അതെന്താ ഈ ആളെ കൊല്ലി? അതിപ്പം ഞാൻ കാണിച്ചുതരാം, നീ സമാധാനപ്പെടും എന്നും പറഞ്ഞ് കുറേ മുളങ്കൂട്ടത്തിൻ്റെ ഇടയിലോട്ട് ഇദ്ദേഹം ഭാര്യയുമായിട്ട് മാറി അവിടെ ഇരുന്നു. കുറച്ച് കഴിഞ്ഞ് 2 വഴിപോക്കന്മാർ വന്നു. അവന്മാർ ഇത് കണ്ടു. അത് ഒരുത്തം പറഞ്ഞു, 2 സ്വർണ്ണമാണ്, രണ്ടുപേരുടെ കൂട്ടിപ്പിടിച്ചു. നമുക്ക് തുല്യമായിട്ട് പങ്കിട്ടെടുക്കാം. അത് രണ്ടായിട്ട് പകുത്ത് കെട്ടിവെച്ചു. ഒരു കാര്യം ചെയ്യും, ഇത് നമുക്ക് 2 പേർക്കും എടുത്തുകൊണ്ട് പോകാം. യാത്ര ക്ഷണിച്ച് വരികയല്ലേ, നമ്മൾ കൊണ്ടുവന്ന പൊതിച്ചോറ് കൊണ്ടുവന്നിട്ടുണ്ടല്ലോ, അത് കഴിക്കാം. കഴിക്കുന്നതിന് ഇത്രയും വഴി നടന്ന് ക്ഷീണമില്ലേ, ശരീരമൊക്കെ അഴുക്കായില്ലേ, നിൽക്കാൻ ചെയ്തു അവിടെ പോയി കുളിച്ചിട്ട് വാ. അവിടെ നദി ഒഴുകുന്നുണ്ടോ, ഒരു പുഴയത്, അവിടെ പോയി കുളിച്ചിട്ട് വാ, ഞാനിവിടെ ഇരിക്കാം, ഞാനിത് നോക്കിക്കോളാം, നീ പോയിട്ട് വാ. ശരി, നന്ദി വിട്ടി ഞാൻ പോയിച്ചു വരാം, അത് കഴിഞ്ഞിട്ട് നീ പോയാൽ മതി. അത് കഴിഞ്ഞിട്ട് നമുക്ക് 2 പേർക്ക് കൂടെ ഇത് കഴിക്കാം. അയാൾ പോയി കുളിക്കാൻ താഴോട്ട് പോയ സമയത്ത് ഇയാൾ അയാളുടെ ചോറിനകത്ത് വിഷം ചേർത്ത് വെച്ചു. അറിയുന്നില്ല വിഷമുണ്ട്, പിന്നെന്താ ചെയ്യും? അത് കഴിച്ചാൽ ചത്തു പോകുന്നുള്ള ഉറപ്പാണ്. അപ്പോൾ എന്തായാലും അയാൾ കുളിച്ചിട്ട് വന്നു. നീ കുളിച്ചിട്ട് വന്നോ? കുളിച്ചിട്ട് വന്നു. നീ പോയി കുളിച്ചിട്ട് പോ. എന്നാൽ ഞാൻ പോയി ചേർന്ന് അവിടെ ഇരിക്കുന്നേ എന്ന് പറഞ്ഞാൽ അയാൾ കുളിക്കാൻ പോയി. ഈ സമയം കൊണ്ട് അയാളുടെ ചോർന്നത് മറ്റവനും വിഷം ചേർത്ത് വെച്ചു. 2 പേരും കുളിച്ചോ, നമുക്ക് കഴിക്കാം. കഴിച്ചു, 2 പേരും കഴിച്ചു, 2 പേരും തീർന്നു. അപ്പോൾ പാക്കനാർ പറഞ്ഞോ, ഇതാണ് സംഗതി, ഇതാ പണം എന്ന് പറഞ്ഞ ആളെ കൊല്ലിയാണെന്ന് പറഞ്ഞു. അതുപോലെ രാമകൃഷ്ണ പരമഹംസർ പരീക്ഷിക്കാൻ വേണ്ടി നരേന്ദ്രനാഥ ദത്തയാണ്, വിവേകാനന്ദനായിരുന്നു ആള്. പിൽക്കാലത്ത് നമ്മൾ അറിയുന്നത് സ്വാമി വിവേകാനന്ദൻ എന്നാണ്. അദ്ദേഹത്തിന് അതിന് മുമ്പുള്ള പേര് വിവിധിഷാനന്ദൻ എന്നായിരുന്നു. വിവിധിഷാനന്ദൻ, ഖേത്രി മഹാരാജാവാണ് അദ്ദേഹത്തിന് വിവേകാനന്ദൻ എന്ന് പേര് കൊടുത്തത്. ആ വിവിധിഷാനന്ദൻ എന്ന് പറഞ്ഞ അർത്ഥം ജ്ഞാനം അന്വേഷിച്ച് നടക്കുന്ന ആളെന്നാണ്. അതിന് മുമ്പ് അദ്ദേഹത്തിൻ്റെ പേര് നരേന്ദ്രനാഥ ദത്ത എന്നായിരുന്നു. ആ നരേന്ദ്രനായിട്ടിരിക്കുന്ന സമയത്ത് ഈ പരമഹംസനെ സന്ദർശിച്ച സമയത്ത് അദ്ദേഹത്തെ ഒന്ന് പരീക്ഷിക്കാനായിട്ട് ഇരിക്കാൻ വെച്ചിരുന്ന പീഠം, ഒരു പല, ആ ഒരു പീഠത്തിൻ്റെ അടിയിലെ ആ പീഠം ഒരു പട്ടുതുണി കൊണ്ട്, ചുവന്ന പട്ടുകൊണ്ട് വിരിച്ചിട്ടിരിക്കുക. അപ്പോൾ അത് ഇട്ടിരുന്ന ആ വിരി വെച്ചിരുന്ന തുണിക്ക് അടിയിൽ 2 കോയിൻസ് എടുത്ത് വെച്ചു, നാണയങ്ങൾ എടുത്ത് വെച്ചു. ഇതറിയാതെ ഗുരു അതിൽ കയറിയിരുന്നു. ഇരുന്ന സമയത്ത് അദ്ദേഹം വിറയ്ക്കാൻ തുടങ്ങി. അപ്പോൾ എളുപ്പം എഴുന്നേറ്റ് മാറി, അതിൻ്റെ കീഴിലുള്ളത് മാറ്റമെന്ന് പറഞ്ഞു. അങ്ങനെ നാണയം എടുത്ത് മാറ്റിയെന്നാണ്. ഇത് ചരിത്രമാണ്, നടന്ന സംഭവമാണ്. അപ്പോൾ ധനം എപ്പോഴും ആളെ കൊല്ലിയാണ്, ഉപദ്രവകാരിയാണ്. അപ്പോൾ അർത്ഥം സൂക്ഷിച്ച് വേണം കൈകാര്യം ചെയ്യാൻ, ഉപയോഗിക്കാൻ എന്നുള്ള അർത്ഥം അവിടെ വരുന്നുണ്ട്. അപ്പോൾ ഇത് ലക്ഷ്മണോപദേശത്തിൻ്റെ ബാക്കി ഭാഗം നമുക്ക് അടുത്ത ദിവസം പറയാം. എല്ലാവരും ഒന്ന് വായിക്കണേ, അത് താഴോട്ട് ഇന്നോ നാളെയോ പകലെപ്പോഴെങ്കിലും ആ ലക്ഷ്മണോപദേശം ശരിക്കും ഒന്ന് വായിക്കണം.